29 വരെയുള്ള വാക്യമാണല്ലോ നമ്മുടെ ചിന്താവിഷയം. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്താനുള്ള കൃപ അവിടുന്ന് പകരണമേ. അവിടുന്ന് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്ന ഈ സമയത്ത് അടിയുടെ മുമ്പിൽ വന്നുകൂടിയ അങ്ങയുടെ മക്കളോട് സംസാരിക്കണമേ. കർത്താവേ, ലഭിച്ചിരിക്കുന്ന സമയത്തിന്റെ ഉള്ളിൽ അവരെ അറിയിക്കേണ്ട സകല സത്യങ്ങളെ അറിയിക്കുക. അടിയുടെ രാവിലെ സമർത്ഥമായ ലേഖനത്തെ എടുത്തുകൊടുക്കുകയാക്കി ലാവണ്യ വാക്കുകളിൽ അടിയത്തെ തരണമേ. കേൾക്കപ്പെടുന്ന ശ്രദ്ധയോടെ കരുതി ദൈവനാമത്വത്തിനായി ജീവിക്കാം. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ദൈവത്തിന്റെ വലിയ നാമം ഞങ്ങളുടെ മധ്യ മഹത്വമെടുക്കാൻ കർത്താവിടെയാക്കും. പ്രാർത്ഥന അപേക്ഷിക്കപ്പെടുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ സ്വർഗ്ഗീയത്തിലാവേ. ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ചിന്തിച്ച ഭാഗം ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തിയ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ ചിന്തിച്ച 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഗ്രഹിച്ച കാര്യം ഇതാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തു അവൻ എന്നെ സദാ പ്രസ്തുതമാക്കി വെച്ചു, അഥവാ അവൻ പരിശുദ്ധാത്മാവ് അതിനായി നിയോഗിച്ചു. അത് ഞാൻ സ്വയമേ ആയിട്ടല്ല, ദൈവം എന്നെ ഉദ്യോഗസ്ഥൻ ആക്കിയതാണ്. അപ്പോൾ ഒരു സഭാപാസ്റ്റർ ദൈവത്തിന്റെ ഉദ്യോഗസ്ഥനാണ്. എന്താണ് ഉദ്യോഗസ്ഥന്റെ ജോലി? എന്താണ്? ദൈവവചന ഘോഷണം നിവർത്തിക്കുക. ദൈവത്തിന്റെ വചനത്തെ ഉള്ളതുപോലെ ജനത്തെ അറിയിക്കുന്ന അവയെ മഹനീയമായ ഒരു വലിയൊരു ദൗത്യമാണ് ദൈവം എന്നിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. രണ്ടാമതായി അടുത്ത വാക്യത്തിൽ നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ ഇതാണ്. 26-ാമത്തെ വാക്യത്തിൽ കണ്ടത് സ്തോത്രം. അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം. ഏതാണ് മർമ്മം? ദൈവസഭ എന്ന മർമ്മം എന്ന് നമ്മൾ ചിന്തിച്ചു. സ്തോത്രം. പൂർവികന്മാർക്കും പഴയ പ്രവാചകന്മാർക്കും അത് മറവായിരുന്നു. എന്നാൽ ഈ അന്ത്യകാലത്ത് പരിശുദ്ധാത്മാവിന്റെ ദാസന്മാരോട് വെളിപ്പെടുത്തിയ മർമ്മമാണ് ദൈവത്തിന്റെ സഭ എന്ന മർമ്മം. സ്തോത്രം. ഒരു കാലഘട്ടം വരെ യഹൂദന്മാർ ചിന്തിച്ചത് അവയെ ഞങ്ങളാണ് സഭയിലെ അംഗങ്ങൾ, ഞങ്ങൾക്ക് മാത്രമാണ് ക്രിസ്തു ലോകത്തിൽ വന്നത്. ഇതൊക്കെയായിരുന്നു അവരുടെ ചിന്ത. എന്നാൽ അവൻ കാലാന്തരത്തിൽ ദൈവത്തിന്റെ അവർ വെളിപ്പെടുത്തി അതല്ല സഭ. പിന്നെയോ കാലാകാലങ്ങളിലായി ക്രിസ്തു യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു കൂട്ടം ജനത, അവൻ പരിശുദ്ധാത്മാവിനാൽ വേർതിരിക്കപ്പെട്ട ഒരു ജനം, അവരാണ് സഭ. അവരാരാണ്? നമ്മൾ ചിന്തിച്ചു. വെളിപ്പാട് 5:9 നമ്മൾ വായിച്ചതാണ്. അവൻ കുഞ്ഞാടെ നീ അറക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലുള്ളവരെ പിതാവിനായി വിലയ്ക്ക് വാങ്ങി നീ അവരെ ഒരു രാജ്യവും പുരോഹിതമാക്കി വെച്ചു. അവരെ ഒരുമിച്ച് ചേർക്കാൻ യേശു എത്രയും വേഗം വരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത മർമ്മം എന്താണ്? നമ്മൾ ചിന്തിച്ചു 6 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു അല്ലെ. രണ്ടാമത്തെ മർമ്മം അവൻ ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുവെന്ന മർമ്മം. 2 പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന മർമ്മം. 3 വചനം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെന്ന മർമ്മം. ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെന്ന മർമ്മം. ദൈവത്തിന്റെ സന്തോഷം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെന്ന മർമ്മം. ദൈവത്തിന്റെ അഭിഷേകം നമ്മളിൽ വസിക്കുന്നു എന്ന മർമ്മം. 6 രഹസ്യങ്ങള് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ മർമ്മങ്ങളെ കുറിച്ച് ഗ്രഹിച്ചു.
അടുത്ത നമ്മൾ വായിച്ച ഭാഗമാണ് 28-ാമത്തെ വാക്യം. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടുകൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ക്രിസ്തുവിൽ ഏത് മനുഷ്യനെയും തികഞ്ഞവനാക്കുക. അവൻ അതിനുവേണ്ടി ഞങ്ങൾ ഏത് മനുഷ്യനെ പ്രബോധിപ്പിക്കുന്നു, ഏത് മനുഷ്യനോട് പരിജ്ഞാനത്തോടുകൂടെ ഞങ്ങൾ ഉപദേശിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിപ്പാനിടയായി. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചു, ഏത് മനുഷ്യനെയും പ്രാർത്ഥനയിൽ തികഞ്ഞവരാക്കുക. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വായിച്ച വാക്യങ്ങളിൽ ഉള്ളതായ ആശയങ്ങളിലാണ് അവൻ ആത്മീക വർദ്ധനവ് നമ്മൾ പ്രാപിച്ചുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുക, പിന്നെ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക, പ്രാർത്ഥനയിൽ പോരാടുക, പ്രാർത്ഥനയിൽ ഇടവിടാതെ ദൈവത്തോട് അപേക്ഷിക്കുക. അവൻ ഇത്തിരി കാര്യങ്ങൾ വായിച്ചു. സോമൻ പ്രവാചകന്റെ അവൻ പ്രവചന ഭാഗത്ത് നിന്ന് ചിന്തിച്ചതാണ്, ഞാൻ പ്രാർത്ഥിക്കാതെ ഇരുന്നാൽ എനിക്ക് പാപമുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കണമെന്നത് കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ചൊരു കാര്യമാണ്. ഗെത്സമനെ തോട്ടത്തിൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥന എന്നത് അതിപ്രധാനമായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം. അവൻ എന്തിനാണ് നമ്മൾ ഇനി തികഞ്ഞവരാകേണ്ടത്? വായിച്ചോളൂ. കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം വായിച്ചേ. കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. ഞാൻ ശരീരം കൊണ്ട് ദുർഗസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് ഞാൻ നിങ്ങളോട് കൂടെ ഉള്ളവനായി ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കും. അടുത്തുള്ള പൗലോസ് പറയുന്നത് വിശ്വാസത്തിന്റെ സ്ഥിരത എന്ന് പറഞ്ഞാൽ ഇളകിപ്പോകാത്ത വിശ്വാസം. ഇപ്പൊ വിശ്വാസത്തിൽ നമ്മൾ സ്ഥിരതയുള്ളവരാണ്. നമ്മൾ പ്രാപിച്ച വിശ്വാസം രോഗം വരുമ്പോൾ മാറിപ്പോകേണ്ടതല്ല, നഷ്ടങ്ങൾ വരുമ്പോൾ മാറിപ്പോകേണ്ടതല്ല, കഷ്ടങ്ങൾ വരുമ്പോൾ നഷ്ടപ്പെട്ടു പോകേണ്ടതല്ല വിശ്വാസം. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസ് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അല്ലെ? അപ്പോൾ എന്താ വിശ്വാസത്തിന് കാവൽ നിൽക്കാൻ കാരണം? നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണ് വിശ്വാസം. യേശു കർത്താവ് അതിനോടാണ് ശിഷ്യന്മാരെ പലപ്പോഴും വിളിച്ച ഒരു പദമുണ്ട്, അല്പവിശ്വാസികളെ എന്തിനും നിങ്ങൾ സംശയിച്ചു. ഹല്ലേലൂയ. അല്പവിശ്വാസം. അപ്പോൾ വിശ്വാസത്തിന്റെ അളവിലെ കുറവ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുന്നപ്പോഴാണ്. നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, നമ്മുടെ ഉദ്ദേശങ്ങൾ നടക്കാതെ വരുമ്പോൾ, ആഗ്രഹിച്ച കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുമ്പോൾ വിശ്വാസത്തിൽ നമുക്ക് കുറവ് വരാൻ വളരെയേറെ സാധ്യതയുണ്ട്. അവൻ യേശു കർത്താവിന്റെ അടുക്കൽ വന്ന് ശിഷ്യന്മാർ അപേക്ഷിച്ച അനേക കാര്യങ്ങളിൽ അതിപ്രധാനപ്പെട്ട 2 കാര്യമുണ്ട്. ഒന്ന്, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രാർത്ഥിക്കാൻ അറിയത്തില്ല എന്നല്ല, പിന്നെ പ്രാർത്ഥിക്കേണ്ട രീതിയിൽ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണം. യേശു കർത്താവ് പഠിപ്പിച്ചു. എന്തായിരുന്നു പ്രാർത്ഥന? സ്വർഗ്ഗസ്ഥനായ പിതാവേ, അവിടുത്തെ നാമം സ്വീകരിക്കപ്പെടണമേ, അവിടുത്തെ രാജ്യം വരണമേ, തിരിച്ചും സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. അപ്പൊ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങൾ നിങ്ങളെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങൾ ക്ഷമിക്കണമേ, പരീക്ഷയിൽ കടത്താതെ പുസ്തകങ്ങളെ കാക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ, ആമേൻ എന്ന പ്രാർത്ഥന യേശു കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അതിന്റെ കർത്താവിനോട് അപേക്ഷിച്ച് അടുത്തൊരു കാര്യമാണ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്തിന്റെ അളവ് പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കുറയാറുണ്ട്. അവൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച മുഴുവൻ വിശ്വാസത്തിൽ നല്ല തീക്ഷണയോടെ നിന്നെങ്കിൽ അതേ വിശ്വാസം ഈ ആഴ്ച ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ സ്ഥിരത ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വാസത്തിന്റെ അളവിൽ കുറവ് വരാതെ വിശ്വാസത്തിൽ സ്ഥായിയായി നിൽക്കുന്ന, സ്ഥിരതയോടെ നിൽക്കുന്ന നിങ്ങളുടെ അനുഭവങ്ങളെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അവയെ അപ്പോസ്തലരുടെ പുസ്തകം 14-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തി 14-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്, വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും അനവധി കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. എന്താ വിഷയം? ലുസ്രയിൽ വെച്ച് സുവിശേഷ നിമിത്തം കല്ലേറുകൊണ്ട് അദ്ദേഹം അവൻ പരസ്യമായി ഉപദ്രവിക്കപ്പെട്ട് ചട്ടിക്കുമ്പാലങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ടവിടെ കിടക്കുന്നതായ സമയം
എല്ലാവരും തന്നെ ചുറ്റി നിൽക്കുമ്പോൾ അവൻ പൗലോസ് മരിച്ചുപോയി എന്ന് ചിന്തിച്ച് അവർ ചുറ്റിരിക്കുന്ന സമയം ഒരു ദർശനം താൻ പ്രാപിച്ചിട്ട് അദ്ദേഹം എഴുന്നേറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കാണ്, സഹോദരന്മാരെ, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനവധി കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തെ കടക്കരുതാകുന്നു എന്ന് പറഞ്ഞ് അവരുടെ മനസ്സിനെ ഉറപ്പിക്കാനിടയാണ്. അപ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു ആത്മീയൻ എന്തുണ്ട്? കഷ്ടതകളുണ്ട്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനങ്ങളിലെല്ലാം പറയുന്ന ഒരു വാക്കാണ്, കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ഒരു വരമെന്നാണ്. അവൻ ഫിലിപ്പിയ ലേഖനം 1-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യം. ഫിലിപ്പി ലേഖനം 1:29 അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ കൂടെ നമുക്ക് വരം നൽകിയിരിക്കുന്നു. അവിടെ വായിക്കുന്നത് കഷ്ടതയെ വരമായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തു വിശ്വസിപ്പാൻ മാത്രമല്ല, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ കൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. അവർ 1 ലേഖനം 12-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവർ 9 കൃപാവരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 14-ാമത്തെ അധ്യായം 14-ാമത്തെ അധ്യായം ആ കൃപാവരങ്ങളെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഒരുവൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ദർശനം ഉണ്ടായാൽ ആ പ്രവാചകൻ പ്രവചിച്ച് തീരുവരെ നിങ്ങൾ മൗനമായിരിക്കണം. അതേസമയം വേറൊരുത്തന് വെളിപ്പാടുണ്ടായാൽ അവൻ മറ്റൊരാൾ ദർശനം പറഞ്ഞു തീരുന്നത് വരെ വെളിപ്പാടുകാരൻ മൗനമായിരിക്കണം. അതേസമയം മറ്റൊരുത്തൻ അന്യഭാഷകളെ വ്യാഖ്യാനിക്കുവാൻ തുടങ്ങിയാൽ മറ്റൊരാൾ പറഞ്ഞു തീരും വരെ അടുത്തയാൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെയും പകരപ്പെട്ട കൃപാവരങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയുന്ന അധ്യായമാണ് 1 ലേഖനം 14-ാം അധ്യായം. എന്നാൽ ഈ ഭാഗത്തെങ്കിലും കഷ്ടതയെ ഒരു വരമായി പറഞ്ഞിട്ടില്ല. എന്നാൽ ഫിലിപ്പി സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഫിലിപ്പി ലേഖനം 1:29 പറഞ്ഞിരിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി കഷ്ടമനുഭവിപ്പാൻ കൂടെ നമുക്ക് വരം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ കഷ്ടത എന്നത് വിശ്വാസ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയാനുള്ള കാരണമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 15-ാമത്തെ അധ്യായം അപ്പോസ്തല പ്രവൃത്തി 9-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 9:15 അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അപ്പോസ്തലനായ പൗലോസിനോട് അനനിയാസ് എന്ന ദൈവദാസൻ എന്ന് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്, നീ രാജാക്കന്മാരുടെ മുമ്പിൽ, ജാതികളുടെ മുമ്പിൽ, ഇസ്രായേൽ ജനതയുടെ മുമ്പിൽ മാനിപ്പാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രമാണ്. നീ ദൈവത്തിന് വേണ്ടി എന്തെല്ലാം കഷ്ടം സഹിക്കണം എന്ന് ഞാൻ എന്നെ കാണിക്കും. അവിടെ പറയുന്നത് കഷ്ടം നീ സഹിക്കാനാണ് ദൈവത്തിനെ വിളിച്ചിരിക്കുന്നത്. കഷ്ടതയുടെ മാന്യത, കഷ്ടതയുടെ രാജാക്കന്മാരുടെ മുമ്പിൽ മാന്യത, കഷ്ടതയുടെ ജാതികളുടെ മുമ്പിൽ മാന്യത, കഷ്ടതയുടെ ഇസ്രായേൽ ജനതയുടെ മുമ്പിൽ മാന്യത. അപ്പോൾ കഷ്ടതയ്ക്കപ്പുറം ഒരു മാന്യത. ഇതൊക്കെ വരുമ്പോഴും വിശ്വാസം കൊണ്ട് വീണുപോകാതെ ഉറപ്പും ധൈര്യമുള്ളവരായി നിൽക്കണം എന്നതാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നത്. തിരുവചനം പരിശോധിക്കുമ്പോൾ വിശ്വാസത്തോട് ചേർന്ന് യാത്ര ചെയ്യുന്ന ഒന്നാണ് പ്രത്യാശ എന്നുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസം എന്നത് ഒരു ആത്മീയന്റെ ജീവിതത്തിൽ അറ്റുപോകാത്ത ഒന്നായിരിക്കണം. നിങ്ങൾ എബ്രായലേഖനം 11-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ എബ്രായലേഖനം 11-ാമത്തെ അധ്യായം മുഴുവൻ വിശ്വാസത്തിന്റെ വിശുദ്ധീകരണമാണ്. 1-ാമത്തെ വാക്യം തുടങ്ങുന്നത് തന്നെ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു, അതിനാലല്ലോ നമ്മുടെ പൂർവികന്മാർ സാക്ഷ്യം പ്രാപിച്ചത്. വിശ്വാസത്താൽ സർവ്വലോകവും ഉളവായി വന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അടുത്ത് പറയുകയാണ്, വിശ്വാസത്താൽ അവൻ കൈയിലും ഉത്തമമായ യാഗം കഴിച്ചു. വിശ്വാസത്താൽ ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തു. അവൻ അദ്ദേഹത്തെ ദൈവം എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. അത് ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കുന്നതല്ലയോ. വിശ്വാസത്താൽ നോഹ തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം കൊടുത്തു. വിശ്വാസത്താൽ അബ്രഹാം എവിടേക്ക് പോകുന്നു എന്നറിയാതെ ദൈവത്തിന്റെ വിളി കേട്ട് അദ്ദേഹം യാത്രയായി. അവൻ വിശ്വാസത്താൽ സാറാ പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. വിശ്വാസത്താൽ അബ്രഹാം ഇസഹാക്കിനോടും
യാക്കോബിനോടും കൂടാരങ്ങളിൽ കാത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ദൈവനഗരത്തിനായി കാത്തിരുന്നു. ഇങ്ങനെ വിശ്വാസത്തെ കുറിച്ച് ഒരു നീണ്ട നില അദ്ദേഹം വ്യക്തമാക്കി. റാഹാബ് വഴിയുള്ള ചരിത്രം അദ്ദേഹം വ്യക്തമാക്കിയിട്ട് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ഇനി വിശ്വാസ വീരന്മാരെ കുറിച്ച് പറയാൻ സമയം പോരാ. അവൻ അനേകം വിശ്വാസത്താൽ തീയുടെ ബലത്തെ കെടുത്തി, വിശ്വാസത്താൽ സിംഹങ്ങളെ വായി അടച്ചു, വിശ്വാസത്താൽ മരിച്ചവരെ തിരിച്ചു പ്രാപിച്ചു. അവർ വിശ്വാസത്തിൽ വീരന്മാരായി മാറി. പ്രിയരെ, വിശ്വാസത്താൽ അവർ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഇടയായിത്തീർന്നു. ഇന്ന് രാത്രിയിൽ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ കുറഞ്ഞു പോകുന്ന ഒന്നല്ല നാം പ്രാപിച്ച വിശ്വാസം. അപ്പോസ്തലനായ പൗലോസ് അവരോടാണ് പറഞ്ഞത്: ഞാൻ ആരെയും വിശ്വസിച്ചിരിക്കുന്നു എന്നെനിക്കറിയാം, അവിടുന്ന് എന്റെ ഉപരി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അവന്റെ സാന്നിധ്യം എന്തെന്നറിഞ്ഞ് അവൻ ഓരോ ദൈവഭക്തനും ക്രിസ്തുയേശുവിൽ വിശ്വാസത്തിൽ തികവുള്ളവരായി മാറുവാൻ അവൻ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്: ഏത് മനുഷ്യനെയും ഞാൻ പ്രബോധിപ്പിക്കുന്നു, ഏത് മനുഷ്യനെയും അവൻ പരിജ്ഞാനത്തോടെ ഞാൻ ഉപദേശിക്കുന്നു. എന്തിനാണ്? ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തിൽ ഓരോ ദൈവമക്കളും തികഞ്ഞവരായി മാറണം. ഹല്ലേലൂയ. അവൻ രണ്ടാമത് അവിടെ പറഞ്ഞിരിക്കുന്ന പദമാണ് പ്രത്യാശയിൽ നമ്മൾ തികവുള്ളവരാകണം. അവൻ അവരോടൊപ്പം ചേർന്നൊരു വാക്യങ്ങൾ വായിച്ച് കൊലോസ്യർ 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം വായിച്ചോളൂ. കൊലോസ്യർ 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. 23-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ആകാശത്തിന്റെ കീഴിലെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചു, പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുപിടിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. അപ്പോൾ പ്രത്യാശയിൽ നിന്നും ഇളകിപ്പോകരുതെന്നാണ് അവിടെ പറയുന്നത്. നമ്മൾ നേരത്തെ വായിച്ചത് വിശ്വാസത്തിൽ നിന്നും ഇളകിപ്പോകരുത് എന്നാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ വിശ്വാസവും പ്രത്യാശയും ഒരു ആത്മീയ ജീവിതത്തിൽ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്. അതായത് വിശ്വാസത്തെ അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ ഒരു കപ്പലോളം വലിപ്പത്തിലാണ് വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ കപ്പലോളം വലിപ്പത്തിലുള്ള വിശ്വാസത്തിനകത്തെ കോമ്പസ് ആണ് പ്രത്യാശ. സ്തോത്രം. ഒരു വാക്യം നിങ്ങൾ വായിച്ചോളൂ. 1 തീമോഥെയോസ് ലേഖനം 1-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം വായിച്ചേ. 1 തീമോഥെയോസ് ലേഖനം 1-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞ് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ ഭൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താന്റെ കരത്തിൽ ഏൽപ്പിച്ചു. അപ്പോസ്തലനായ പൗലോസിന്റെ ശിഷ്യനായ തീമോഥെയോസിനെ പോലെ, എപ്പഫ്രാദിത്തോസിനെ പോലെ, ബർന്നബാസിനെ പോലെ തന്നോടൊപ്പം ശുശ്രൂഷയിൽ സഹകാരികളായിരുന്നു ഇവിടെ പറയുന്ന അലക്സാണ്ടറും പിന്നെ ഹുമനയോസും. പൗലോസിനെ പോലെ സുവിശേഷം പ്രസംഗിച്ച തന്റെ സഹയാത്രികരായി കൂടെ വന്ന ഇവർ പിന്നീട് ദൈവകൃപയിൽ നിന്നവർ വിട്ടുപോകാൻ ഇടയായി. അവരെ കുറിച്ച് പൗലോസ് പറയുന്നത് അലക്സാണ്ടറും ഹുമനയോസും അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു. വിശ്വാസത്തെ പറഞ്ഞിരിക്കുന്നത് കപ്പലോളം വലിപ്പമുള്ള ഒന്നാണെന്ന് വിശ്വാസം. അപ്പോൾ ഒരു തുറമുഖത്ത് നിന്ന് യാത്രയായി മറ്റൊരു തുറമുഖത്ത് കപ്പൽ എത്തിച്ചേരണമെങ്കിൽ അവിടെ വരെ എത്തിക്കുന്ന ദിശ തെറ്റാതെ കൊണ്ടെത്തിക്കുന്ന ഒരു ഉപകരണമാണ് കോമ്പസ് അഥവാ ദിശയറിയുന്ന ഉപകരണം. മലയാളത്തിൽ വടക്ക് നോക്കി യന്ത്രം പറയുന്നത്, തമിഴിൽ എന്ത് പറയുന്നത് എനിക്കറിയില്ല. ഇംഗ്ലീഷിൽ കോമ്പസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദിശ മനസ്സിലാക്കി
ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു തുറമുഖത്ത് കൊണ്ടെത്തിക്കുന്ന ഉപകരണമാണ്, ഒരു ചെറിയ ഉപകരണമാണ് കോമ്പസ്. അപ്പോൾ വിശ്വാസം എന്ന കപ്പലിനെ ദിശ അറിഞ്ഞ് ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കുന്ന കോമ്പസ് ആണ് എന്തോന്ന്? പ്രത്യാശ. ഹല്ലേലൂയ. അത് മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? ആമേൻ. അപ്പൊ പൗലോസ് ഇവിടെ പറയുന്നതാണ്, വിശ്വാസം എന്നത് കപ്പലോളം വലിപ്പമുള്ള ഒന്നാണ്. നമുക്കറിയാം, വിഴിഞ്ഞ തുറമുഖത്ത് ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. നല്ല ഉയരത്തിലായിരിക്കുന്നത്. എന്തിനാണ് ഉപയോഗിക്കുന്നത് അറിയാമോ? മഴക്കാലത്ത്, മഞ്ഞുകാലത്ത് അതിശക്തമായ കാറ്റടിക്കുമ്പോൾ എങ്ങും വെളിച്ചമില്ല, നിലാവട്ടമില്ല, ഒരു പ്രകാശവും ഇല്ലാതെ ദിശയറിയാതെ കപ്പലുകളും ബോട്ടുകളും കടലിൽ ഇങ്ങനെ അലയും. തുറമുഖം എവിടെയാണെന്ന് അറിയില്ല, എവിടെയാണ് അണയേണ്ടതെന്ന് അറിയത്തില്ല, എവിടെയാണ് നമ്മൾ ചെന്നെത്തേണ്ട സ്ഥലമെന്ന് അറിയത്തില്ലാത്തതിനാൽ ഈ ലൈറ്റ് ഹൗസ് ഇങ്ങനെ പ്രകാശം ചുറ്റിക്കൊണ്ടേയിരിക്കും. ഈ ലൈറ്റ് ഹൗസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്ക് എത്തേണ്ട ദിശ അതാണ്. ഇതിനകത്ത് ഞാൻ പറയട്ടെ, വിശ്വാസയാത്രത്തെ ദൈവമക്കളെ, നമുക്ക് എത്തേണ്ട ദിശ കാട്ടുന്ന ലോകത്തിന്റെ വെളിച്ചമാണ് യേശു കർത്താവ്. ഈ ക്രിസ്തുവിലേക്ക് നോക്കുന്ന ഒരുത്തരും ദിശ തെറ്റിപ്പോകത്തില്ല, ലക്ഷ്യം തെറ്റിപ്പോകില്ല. അതുകൊണ്ട് ലോകത്തിൽ ആരും പറയാത്ത, ഒരു ഗുരുക്കന്മാരും പറയാത്ത, ഒരു അവതാര പുരുഷന്മാരും പറയാത്ത, ഒരു രക്ഷകന്മാരും പറയാത്ത, നീതി ന്യായങ്ങൾ ജനത്തിന് കൈമാറിയ ഒരു നീതി ന്യായസ്ഥന്മാരും പറയാത്ത ചില വാക്കുകൾ യേശു പറഞ്ഞു. ആ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ തന്നെ വഴിയും, ഞാൻ തന്നെ സത്യവും, ഞാൻ തന്നെ ജീവനും, ഞാൻ തന്നെ പുനരുത്ഥാനവുമാകുന്നു. എന്നിലൂടെ അല്ലാതെ പിതാവിന്റെ അടുക്കലേക്ക് എത്താൻ വേറെ ഒരു വഴിയുമില്ല. അതുകൊണ്ട് നിലവിട്ട് പറയുന്നു, അവരെ കൈകൊണ്ട് അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം നൽകി. ഈ ക്രിസ്തുവിലൂടെ അല്ലാതെ പിതാവിന്റെ അടുക്കലെത്തുവാൻ വേറൊരു വഴിയില്ല. ആ യേശുനാഥൻ ലോകത്തെ നോക്കി വിളിച്ചു പറഞ്ഞ വാക്കാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അതിനനുസരിച്ച് ശിഷ്യന്മാരെ നോക്കി പറഞ്ഞ വാക്കാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നിങ്ങളെ ഞാൻ ഭൂതലത്തിലാക്കി വെച്ചിരിക്കുന്നത് എന്തെന്ന് അറിയാവോ? ദിശയറിയത്തില്ലാതെ യാത്ര ചെയ്യുന്ന ചിലർ നിങ്ങളിലൂടെ ദിശ മനസ്സിലാക്കി അവർ ദൈവരാജ്യത്തിൽ എത്തിച്ചേരേണ്ടതിന് നിങ്ങളെ ദിശ കാണിക്കാൻ വേണ്ടി ഞാൻ ആക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നു? എന്റെ നിങ്ങളെ ദേശത്ത് ദൈവം പാർപ്പിച്ചിരിക്കുന്നത് എന്തിനാ? ദിശയറിഞ്ഞ് അവരെ ചിലരെ ദിശയറിഞ്ഞ ഞാൻ മുഖാന്തരം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ചെന്നത്. ഹല്ലേലൂയ. ഒരു ദേശത്ത് നമ്മൾ പാർക്കുമ്പോൾ നമ്മൾ ആ ദേശത്തിന് വെളിച്ചമാണ്. ദുഃഖിക്കുന്നവർ, നിരാശയിൽ കഴിയുന്നവർ, വേദനയിലൂടെ കടന്നു പോകുന്നവർ വെളിച്ചം തേടി നമ്മുടെ വീട്ടിലേക്ക് വരണം. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറയുന്ന ഇടത്ത് പലരും ഇതുപോലെ വേദനപ്പെട്ട് നിരാശപ്പെട്ട് അവയെ ജീവിത ഭാരകാലികൾ പയറ്റി നോക്കി രക്ഷയില്ലാതെ വരുമ്പോൾ വന്നു പറയും, ഒരു വാക്കിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ട്രീറ്റ്മെന്റ് ചെയ്ത് മെഡിക്കൽ കോളേജിലെത്തി. അവർ ഒടുവിൽ നിരന്തരമായ തലവേദന, ശാരീരിക ക്ഷീണം, അസ്വസ്ഥത, അവയെ ശിരസ് ഈ തലയോട് കുറിച്ച് ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു വിധം വരെ എത്തി. ഡോക്ടേഴ്സ് ഡേറ്റിട്ട് കൊടുത്തു. നിൽക്കാൻ വഴിയില്ല. വന്നപ്പോൾ ഒരു രാത്രി സമയം വീട്ടിൽ വന്ന് എന്നെ അന്വേഷിച്ച് അവയെ ഞാൻ വിളിക്കായിരുന്നു, പപ്പനുണ്ടായിരുന്നു, വരുമ്പോൾ വരാമെന്ന് പറഞ്ഞു. പറഞ്ഞു രാത്രി 11 മണിക്ക് ഞാൻ എത്തി. അതിനുശേഷം വീട്ടിൽ പ്രാർത്ഥിക്കാൻ അയച്ചു. അല്പസമയം 10 മിനിറ്റ് വീട്ടിൽ പ്രാർത്ഥിച്ചു. മത്തമ്മ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിനെ കാണിച്ചു. ആകെ ഒരു തുമ്പലയിട്ട് ഒരു മനുഷ്യന്റെ മുമ്പിൽ ഇരിക്കുന്നു. അതിനകത്ത് എന്തൊക്കെയോ വച്ച് അദ്ദേഹം പൂജ നടത്തുന്നു. അതിനെ ശാസിച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ എന്തോ ഇറങ്ങിപ്പോയ അനുഭൂതി അവർക്കുണ്ടായി. പ്രിയരെ, അടുത്ത ദിവസം ടെസ്റ്റ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു, എന്തോ ഒരു അത്ഭുതം നിങ്ങൾ നടന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് ഓപ്പറേഷൻ വേണ്ട. ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നത് ഒരു ദേശത്ത് വെളിച്ചമാക്കിയ, സമാധാനമില്ലാതെ അറിയുന്ന, വേദനപ്പെട്ട് അറിയുന്ന അനേകർ നിന്റെ വീട്ടിൽ വന്ന് സമാധാനം അവർ അനുഭവിക്കണം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും ക്രിസ്തുയേശുവിലുള്ള പ്രത്യാശയിലും നിലനിൽക്കുന്നു എങ്കിൽ എന്റെ ദൈവം എന്റെ ദേശത്തിൽ വെളിച്ചമാക്കി നിർത്തും. അവയെ നമുക്കറിയാം. അപ്പോസ്തലൻ
വായിച്ചാൽ ഒരു കൊർന്നേലിയോസ് നിങ്ങൾക്ക് അവിടെ കാണാം. ശതാധിപനാണ്, ഒരു പട്ടാള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. കുടുംബമായി ഭക്തിയോടെ ദൈവത്തെ സേവിക്കുന്ന മനുഷ്യനായിരുന്നു. ദാനധർമ്മം കൊടുക്കുന്ന ആളായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദൂതൻ അദ്ദേഹത്തിന് പ്രത്യക്ഷനായി ഒരു അഡ്രസ് അദ്ദേഹത്തിന് നൽകി. അഡ്രസ് ഇങ്ങനെയായിരുന്നു: യോപ്പയിൽ ആളയക്കണം. കടൽ തീരത്ത് തോൽപ്പണി ചെയ്യുന്ന തോൽക്കൊല്ലനായ ഒരു യൂദൻ അവിടെ താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മറുപേര് ശീമോൻ എന്നാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ കേഫാവ് അഥവാ ശീമോൻ എന്ന പേരുള്ള പത്രോസ് അവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്ന് നീ വചനം കേൾക്കണം. നോക്കൂ, ദൂതൻ സുവിശേഷം പറഞ്ഞില്ല, മാനസാന്തരപ്പെടാൻ പറഞ്ഞില്ല. ദൂതൻ അഡ്രസ് കൊടുത്തു. എവിടെ പോകണം? യോപ്പയിൽ പോകണം. യോപ്പയിലെ കടൽ തീരത്ത് തോൽക്കൊല്ലനായി തോൽപ്പണി ചെയ്യുന്ന ഒരു വ്യക്തി എവിടെയുണ്ട്? അദ്ദേഹത്തിന്റെ വീട്ടിൽ നീ തിരക്കണം. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് പത്രോസ് എന്ന മറുപടിയുള്ള ശീമോനെ നീ തിരക്കണം. അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്ന് സുവിശേഷം കേൾക്കണം. പ്രിയരെ, നോക്കൂ, അവൻ ദൈവത്തിന് വേണ്ടി വിശ്വാസത്തിൽ പ്രത്യാശയിൽ നിൽക്കുന്ന ദൈവത്തിന്റെ വെളിച്ചമായ ഒരു മനുഷ്യന്റെ അഡ്രസ് കൊടുത്തേച്ച് പറയുകയാണ്: ഈ മനുഷ്യനെ വിളിച്ചു കൊണ്ടുവന്ന് നീ സുവിശേഷം കേൾക്കണം. പ്രിയരെ, അവൻ ഈ പാസ്റ്റർ ഞാനുമായി ഞങ്ങൾ കുടുംബ ബന്ധങ്ങളില്ല. പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം എന്നെ വിളിച്ചെന്ന് ചോദിച്ചാൽ, ആരോ കൊടുത്തൊരു അഡ്രസ്, ആരോ കൊടുത്തൊരു നമ്പരാണ് എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. ദൈവത്തിന് ഉദ്ദേശമായിരുന്നു ഇന്ന് പകൽ, ഇന്ന് രാത്രി, ഇന്നലെ രാത്രിയും ഇവിടെ വന്ന് പ്രസംഗിക്കണമെന്നത് ദൈവത്തിന്റെ മുന്നൊരുക്കമാകയാൽ, മുൻ നിയോഗമാകയാൽ അദ്ദേഹത്തോട് പറഞ്ഞു, അവൻ ഇന്ന വ്യക്തിയെ വിളിച്ചുകൊണ്ടുവന്ന് നിങ്ങളുടെ മധ്യത്തിൽ പ്രസംഗിപ്പാൻ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ പലപ്പോഴും ദൈവത്തോട് പറയാറുണ്ട്, പരിശുദ്ധ കർത്താവേ, എന്നെ ഇവിടെ ആവശ്യമുണ്ടോ? ആവശ്യമുള്ളതിന്റെ അഡ്രസ് കൊടുക്കണേ, എന്റെ നമ്പർ കൊടുക്കണേ, അവിടേക്ക് പോകാനുള്ള വഴി ഒരുക്കണമേ, അവിടെ പോയി പ്രസംഗിപ്പാൻ ഇടയാക്കണമേ. ഞാൻ ദൈവത്തോട് പറയാറുണ്ട്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തിൽ ഇളകി പോകാതെ, പ്രത്യാശയിൽ ഇളകി പോകാതെ, ദൈവത്തിന് കൊള്ളാകുന്ന ഒരു ഉപ്പായി, ദൈവത്തിന് കൊള്ളാകുന്ന ഒരു വെളിച്ചമായി നമ്മളൊന്ന് നിന്നു കൊടുക്കും എങ്കിൽ നമ്മളെ കരങ്ങളെടുത്ത് ഉപയോഗിക്കാൻ ദൈവം ശക്തൻ. ഹല്ലേലൂയ! എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ, സ്തോത്രം. നിങ്ങളുടെ പേര് ചിലയിടങ്ങളിൽ പ്രഖ്യാപിക്കപ്പെടാം, നിങ്ങളുടെ അഡ്രസ് ചിലയിടങ്ങളിൽ പ്രഖ്യാപിക്കപ്പെടാം ഇടയാകണം എങ്കിൽ നീയും ദൈവവുമായി വിശ്വാസത്തിൽ തികവുണ്ടാകണം, പ്രത്യാശയിൽ നിറഞ്ഞ ആത്മീയ ജീവിതം നയിക്കണം. എന്നാൽ നിന്നെ ദൈവം തല ഉയർത്തി നിർത്തുവാൻ എന്റെ ദൈവം ശക്തൻ. സ്തോത്രം. വായിച്ച വാക്യത്തിലേക്ക് വരട്ടെ. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനെ എഴുതുമ്പോൾ അവിടെ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: അവൻ അലക്സാണ്ടർ, ഹുമനയോസ് എന്നിവർ ഒരിക്കൽ വിശ്വാസത്തിൽ നിലനിന്നവരാണ്. എന്നാൽ അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. അവൻ തകർന്നുപോയ വിശ്വാസ കപ്പലിനെ കുറിച്ച് അടുത്ത് പറയുന്നു. ഈ വിശ്വാസം തകർന്നാൽ അടുത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? അവർ ദൂഷണം പറയാൻ തുടങ്ങും. അപ്പോൾ വിശ്വാസ കപ്പൽ തകർന്നാൽ അവരെന്തെയും ദൂഷണം പറയും, ഇല്ലാത്തത് പഠിപ്പിക്കും, ബൈബിളില്ലാത്ത കാര്യങ്ങൾ അവർ പ്രസംഗിക്കാൻ തുടങ്ങും, ബൈബിളില്ലാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞു തുടങ്ങും, ദുരുപദേഷ്ടന്മാരായി അവർ മാറും. അത് നടക്കാതിരിക്കാൻ അവരെ സാത്താന്റെ കയ്യിൽ ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു എന്നാണ് അവിടെ തിരുവെഴുത്തിൽ വായിക്കുന്നത്. ഹല്ലേലൂയ! സ്തോത്രം. അതായത് അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ നിന്ന് വിടവാങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. അവൻ അപ്പോസ്തലപ്രവൃത്തി 20-ാമത്തെ അധ്യായം അതിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 20-ാമത്തെ അധ്യായം 18 മുതൽ അവിടെ വായിക്കുമ്പോൾ പൗലോസ് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങളുടെ ഇടയിൽ കടക്കും. അവർ നിങ്ങളുടെ ഇടയിൽ കടന്നിട്ട് നിങ്ങളുടെ ഇടയിൽ നിന്ന് ചിലരെ അവരെ വിപരീത ഉപദേശം പഠിപ്പിച്ച് അവര് അവിശ്വസ്തതയിലേക്ക് അവരെ കൊണ്ടുപോകും. ആകയാൽ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ 3 വർഷം നിങ്ങളോടുകൂടെ പാർത്ത് അവരെ നിങ്ങളുടെ വീടുകളോടും പരസ്യമായും ഞാൻ നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ ഞാൻ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ വീണുപോയാൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല, ഞാൻ നിങ്ങളെ അറിയിക്കുന്നതെല്ലാം അറിയിച്ചു. അവൻ പ്രിയരെ, അവൻ ദൈവകൃപയിൽ നിൽക്കുന്നവനെ തകർത്ത് കളയുക, അവനെ ഇല്ലായ്മ ചെയ്യുക, വിശ്വാസത്തിൽ ഇളക്കി കളയുന്ന അനുഭവമാണ് വിശ്വാസ കപ്പൽ തകരുക എന്നവർ പറയുന്നത്. നമുക്ക് അവൻ കഴിഞ്ഞ 2025 ഈ കഴിഞ്ഞ വർഷം മെയ് മാസം 25-ാം തീയതി കൊച്ചി തുറമുഖത്ത് നിന്ന് ഏകദേശം അവൻ 90 മൈലിനപ്പുറത്ത്, അതെ അവൻ 38
നോട്ടിക്കൽ മൈൽ ഏകദേശം 90 കിലോമീറ്റർ 90 കിലോമീറ്ററോളം അകലെ വെച്ച് ഒരു കപ്പൽ തകർന്നു. നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചു എന്നാണെങ്കിൽ ചിന്ത കേരളത്തിലെ എല്ലാ പത്രത്തിലും ഉണ്ടായിരുന്ന കാര്യമാണ്. അപ്പോൾ ഈ കപ്പൽ അവൻ തകർന്നതോടെ ഇതിനകത്തുണ്ടായിരുന്ന എല്ലാ കണ്ടെയ്നറുകളും ഒഴുക്കപ്പെട്ടു, സമുദ്രത്തിൽ ഒഴുക്കപ്പെട്ടു. കൊല്ലത്ത്, കൊച്ചി തുറമുഖത്ത്, മറ്റു ചില സ്ഥലങ്ങളിലൊക്കെ അതിന്റെ കണ്ടെയ്നറുകൾ കടൽ തിരമാല കൊണ്ട് അടിച്ച് കരയിലാക്കി. മീൻ പിടിക്കാൻ പോയവരുടെ വലയിലെല്ലാം കശുവണ്ടി പരിപ്പ് ഇഷ്ടം പോലെ അവരുടെ വലകളിൽ കയറി. ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഉപ്പുവെള്ളവുമായത് ചേർന്നു. അപ്പോൾ ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ കിട്ടി. ആ ദിവസങ്ങളിൽ പത്രത്തിൽ വന്ന ഒരു ന്യൂസ് ആണ്, ഈ തുറമുഖങ്ങളിൽ കൊല്ലം, കൊച്ചി തുടങ്ങിയ സ്ഥലങ്ങളിലൊന്നും ആരും മത്സ്യബന്ധനത്തിന് പോകരുത്, മീൻ പിടിക്കാൻ പോകരുത്. എന്താ കാരണം? കപ്പലിൽ നിന്ന് ഒഴുകി വന്ന ക്രൂഡ് ഓയിൽ വെള്ളത്തിൽ കലർന്നിരിക്കാൻ ആ ഭാഗത്തുള്ള മീനുകൾ കടിച്ചാൽ പലവിധ അലർജി പോലുള്ള രോഗങ്ങൾ, ഛർദില്, വയറിളക്കം തുടങ്ങിയ പലവിധ രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ ഭാഗങ്ങളിൽ നിങ്ങൾ മീൻ പിടിക്കാൻ പോകരുത്. ഈ ഭാഗത്ത് മീൻ പിടിച്ചുകൊണ്ടുവന്നാൽ ആരും വാങ്ങരുത്. കാരണം മണ്ണെണ്ണയുടെ സ്മെല്ല് ഈ മീനിലെല്ലാം ഉണ്ട്, വെള്ളത്തിൽ കലർന്നു. നോക്കൂ, അപ്പോൾ ഒരു കപ്പൽ തകർന്നപ്പോൾ അതിൽ നിന്ന് ഒഴുകിയ ക്രൂഡ് ഓയിൽ വെള്ളത്തിൽ കലർന്ന് അത് വിഷമായി മാറി. മത്സ്യങ്ങൾ അതിനെ വലിച്ചെടുത്ത് അത് ചത്ത് കരക്കഴിഞ്ഞു. അത് തിന്നുന്നവർക്ക് ബലഹീന ഉണ്ടെങ്കിൽ ലോകത്തിൽ ഉണ്ടാക്കിയ ഒരു കപ്പൽ തകർന്നപ്പോൾ ഇത്രയും വിഷയകരമായ അനുഭവം ഉണ്ടായെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് ഒരു വിശ്വാസിയായ മനുഷ്യന്റെ വിശ്വാസ കപ്പൽ തകർന്നാൽ അവന്റെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന ക്രൂഡ് ഓയിൽ ദുരുപദേശം പഠിപ്പിക്കാൻ തുടങ്ങും, ദൈവമില്ലാത്തത് പ്രസ്താവിക്കാൻ തുടങ്ങും, വചനത്തിലില്ലാത്തത് അവൻ പറയാൻ തുടങ്ങും, വചനത്തിലില്ലാത്തത് മറ്റുള്ള ഹൃദയത്തിലേക്ക് അവൻ തിരികെ കയറ്റാൻ വേണ്ടി ശ്രമിക്കും, വചനത്തിലില്ലാത്തത് അവൻ പ്രസ്താവിക്കാൻ തുടങ്ങും. അവൻ സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കാതെ കർമ്മരസമാകുമാറ് അവൻ ഉപദേഷ്ടാക്കന്മാരെ പെരുക്കിക്കൊണ്ട് ദോഷങ്ങൾ പ്രസ്താവിക്കാൻ തുടങ്ങും. ആകയാൽ പൗലോസ് ഇവിടെ പറയുകയാണ്, അവൻ അലക്സാണ്ടറുടെയും ഹോമനിയോസിന്റെയും വിശ്വാസ കപ്പൽ തകർന്നുപോയി. വിശ്വാസ കപ്പൽ തകർന്നുപോയി. അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ദൂഷണം പറയാൻ തുടങ്ങി. വചനത്തിന് വിരോധമായി, ഉപദേശങ്ങൾക്ക് വിപരീതമായി, ദൈവസഭയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ദുരുപദേശങ്ങൾ അവർ പഠിപ്പിച്ചു തുടങ്ങി. ആകയാൽ അവർ ദുരുപദേശം പറയാതിരിക്കാൻ അവരെ സാത്താന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു. അവൻ എന്തിനാണ് അവർ പറയുന്നത്? ദുരുപദേശങ്ങൾ ആരും വിശ്വസിക്കാതിരിക്കാൻ. ഹല്ലേലൂയ. വിശ്വാസ കപ്പൽ തകർന്നാൽ അടുത്ത് തുടങ്ങുന്നത് ദുരുപദേശം ജനത്തിന്റെ ഇടയിൽ കലരും. ദൈവജനമില്ലാത്ത പഠിപ്പീരുകൾ വരും. ദൈവജനമില്ലാത്ത ഉപദേശങ്ങൾ ജനം പഠിക്കാനായി തുടങ്ങും. യേശു കർത്താവിന്റെ കാലഘട്ടത്തിൽ പോലും, അവിടുത്തെ ശുശ്രൂഷ കാലഘട്ടത്തിൽ പോലും ദുരുപദേശങ്ങൾ പടർന്നു എങ്കിൽ ഈ കാലത്ത് എത്രയോ അധികം. എഫെസോസിലെ സഭയ്ക്ക് ദൂതരുമ്പോൾ അപ്പോസ്തലനായ യോഹന്നാൻ പ്രസ്താവിച്ച ഒരു കാര്യമുണ്ട്. എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ ഒരു ചെറുലേഖനം യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിൽ നിന്ന് മടങ്ങി വന്ന് അദ്ദേഹം എഴുതാനിടയായി. ആ ദൂത്, ആ ലേഖനം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. അതെ, വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യം. എഫെസോസിലെ സഭയ്ക്ക് എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവർ നിങ്ങളോട് ചെയ്യുന്നത്, ഞാൻ നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാഞ്ഞതും അപ്പോസ്തലന്മാർ അല്ലാതിരിക്കെ ഞങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുക്കൽ വന്നവരെ നിങ്ങൾ പരീക്ഷിച്ച് അവരെ കള്ളന്മാർ എന്ന് കണ്ടത്, നിനക്ക് സഹിഷ്ണുതയുള്ളതും നീ സഹിച്ചതും നീ തളർന്നു പോകാതിരുന്നതും അവൻ ഞാൻ അറിയുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ അറിയുന്നതിലൊരു കാര്യം, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുക്കൽ വന്ന് വിപരീത ഉപദേശങ്ങൾ പറഞ്ഞ് വിപരീത പ്രവചനങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഒതുക്കിക്കളയാൻ ശ്രമിച്ചവരെ നിങ്ങൾ പരീക്ഷിച്ച് കള്ളന്മാർ
നിങ്ങളുടെ കഴിവ്. ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയരെ, വേദപുസ്തകവുമായി കടന്നു വരുന്ന എല്ലാവരും അപ്പോസ്തലന്മാരല്ല. അവൻ പ്രസംഗിക്കാൻ അറിയാവുന്നതുകൊണ്ട് എല്ലാവരും പ്രാസംഗികരല്ല. ശിരസിൽ കൈവച്ച് എന്തൊക്കെയോ പറഞ്ഞതുകൊണ്ട് എല്ലാവരും പ്രവാചകന്മാരല്ല. ഇന്ന് രാത്രിയിൽ അവരുടെ ഫലത്താൽ അവർ നല്ലവരാണോ അതോ കൊള്ളരുതാത്തവരാണോ എന്ന് തിരിച്ചറിയുന്നവരാണ്. അവൻ തിരിച്ചറിയാൻ കഴിവുള്ളവരാണ് യഥാർത്ഥ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ആത്മീയർ. ഹല്ലേലൂയ. ഇതൊരു വല്ലാത്ത കാലം. ദൈവമില്ലാത്ത പല കാര്യങ്ങളും ചെയ്തു വരുന്ന ഒരു കാലഘട്ടം. കോവിഡിന് മുമ്പ് ഇവിടെ നടന്നു വന്ന എത്രയോ ദുരുപദേശങ്ങൾ. സ്തോത്രം. അവൻ കർച്ചിപ്പ് ദേഹത്തിട്ട് അവൻ പിന്നെ അതിലൂടെ നടക്കുന്ന ചില ശുശ്രൂഷകൾ, വിശുദ്ധ കൊല, വിശുദ്ധ ഛർദി, പിന്നെ ഉരുളു നേർച്ച, ഇങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ ദൈവത്തിന്റെ നാമം ചൊല്ലി പലതും ഭൂതലത്തിൽ നടന്നപ്പോൾ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇതിനൊക്കെ മാറി നിന്ന് ഇതൊക്കെ പൈശാചികമാണെന്ന് പ്രസംഗിച്ച ഒരു കൂട്ടം ദൈവദാസന്മാർ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു പ്രിയരെ, പലരുടെയും വിശ്വാസ കപ്പൽ തകർന്നിട്ട് അവരുടെ അകത്തു നിന്ന് അവിശ്വാസത്തിന്റെ ദുരുപദേശത്തിന്റെ ക്രൂഡ് ഓയിൽ ഒഴുകി വരുമ്പോൾ അവരെ കള്ളന്മാരെന്ന് തിരിച്ചറിയുവാനുള്ള കൃപ നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ നമ്മളാണ് ആത്മീയർ. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ അതുകൊണ്ട് ദൈവസഭയെ പഠിപ്പിച്ചിട്ട് പറയുകയാണ്, വിശ്വാസത്തിന്റെ കപ്പലിൽ ആ പ്രത്യാശ എന്ന കോമ്പസ് ഉള്ള ആത്മീയനെ നിന്റെ ലക്ഷ്യം തെറ്റത്തില്ല. നീ എത്തേണ്ട തുറമുഖത്തെ കൃത്യ സമയത്ത് എത്തിച്ചേരാൻ ഇടയാകും. ഒരിക്കൽ ഒരമ്മ കപ്പൽ യാത്ര ചെയ്ത് തന്റെ മകളുടെ അടുത്തേക്ക് പോവുകയാണ്. സ്തോത്രം. അവൻ മറ്റൊരു രാജ്യത്തിൽ തന്റെ മകളെ നേഴ്സാണ്. അവളെ കാണാനായി കപ്പൽ യാത്രികയായി അവർ കടന്നു പോവുകയാണ്. പെട്ടെന്ന് അതിശക്തമായ കാറ്റടിച്ചു, തിരമാലകൾ ഉയർന്നു. എല്ലാവരും ഭീതിയോടെ നിലവിളിക്കാൻ തുടങ്ങി. അവരവരുടെ ദേവന്മാരെ അവൻ വിളിച്ച് അവർ ഉറക്കെ കരയുമ്പോൾ ഈ അമ്മ പ്രത്യാശയുടെ ജ്ഞാനം പറഞ്ഞു തുടങ്ങി. ഒരിങ്ങനെ പാടിയാണ് എന്റെ കേട്ട് കേൾവി. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിലെയും കടലിലെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളു പടകിലുണ്ട്. കാറ്റിലെയും കടലിലെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളു പടകിലുണ്ട്. യാത്രയിൽ സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. യാത്രയിൽ സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. വിശ്വാസവാന്മാരുടെ യാത്രയിലുണ്ടോ നിങ്ങളെന്തായി പാടുപെടുത്തി? അവർ പറഞ്ഞ മറുപടി ഇതാണ്, എനിക്ക് രണ്ട് പെൺമക്കളുണ്ട്. അതിലൊരാള് 2 വർഷത്തിന് മുമ്പ് മരിച്ചുപോയി. അവള് കർത്താവ് അവൾക്ക് വേണ്ടി ഒരുക്കിയ ഭവനത്തിലെത്തി. സ്തോത്രം. എനിക്ക് ദുഃഖമില്ല.
അവൾ ആ ഭവനത്തിൽ സന്തോഷിക്കുക. എന്റെ രണ്ടാമത്തെ മോള് ഈ കടലിന്റെ അക്കരെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യും. ഈ കപ്പൽ സുഖമായി ഈ അക്കരെ തുറമുഖത്ത് എത്തിയ എന്റെ ഇളയ മോളെ വീട്ടിൽ ഞാൻ പോകും. അല്ല, ഈ കപ്പലിൽ സമുദ്രത്തിൽ വെച്ച് തകർന്ന എന്റെ മൂത്ത മോളുടെ വീട്ടിൽ പോകും. ഹല്ലേലൂയ. അവരുടെ പ്രത്യാശയായിരുന്നു ഈ കപ്പൽ സുഖമായി എത്തിയാൽ ഇളയ മോളുടെ വീട്ടിൽ ഞാൻ എത്തും. അല്ല, ഇവിടെ വെച്ച് തകർന്ന ചില നാളുകൾക്ക് മുമ്പ് മരിച്ചു പോയ മോളുടെ ഒരു വീടുണ്ട്. കർത്താവിന്റെ വചനത്തിന് വേണ്ടി നിർമ്മിച്ച ഉന്നതിയുടെ ഭവനം അവിടെ ഞാൻ എത്തും. അതുകൊണ്ട് ഞാൻ കരയേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് രാത്രി ചോദിക്കട്ടെ, നമ്മുടെ വിശ്വാസ കപ്പലിൽ പ്രത്യാശയെന്ന കോമ്പസ് ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യുന്നവരെ നമ്മൾ മാറരുത്. ലക്ഷ്യത്തോടെ യാത്ര ചെയ്യുക. ഇന്ന് മരിച്ചാൽ എന്റെ അപ്പന്റെ നാട്ടിൽ ഞാൻ എത്തുമെന്നുള്ള പ്രത്യാശ. ഹല്ലേലൂയ. ആമേൻ. എന്റെ അപ്പന്റെ സന്നിധി ഞാൻ എത്തുമെന്നുള്ള പ്രത്യാശ. സ്തോത്രം. ദൈവമക്കളെ, എന്റെ നാളെ ഇന്ന് വന്നാൽ, ഇന്ന് രാത്രി നാളെ വിളിച്ചാൽ, എന്റെ കർത്താവ് ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള ആ നഗരത്തിൽ എത്തുമെന്നുള്ള പ്രത്യാശ നമുക്കില്ലെങ്കിൽ നമ്മൾ ഈ പ്രാർത്ഥിച്ചത് വെറുതെ, വാദോനാഥ പ്രസംഗിച്ചത് വെറുതെ. ആകയാൽ ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശ അതാകണം. എന്റെ കർത്താവ് വരും, എന്റെ നാട് നമ്മളെ ചെറുക്കമല്ല. അതിനു മുമ്പായി ഭൂതലത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ അക്കരെ നാട്ടിലെ അപ്പൻ ശില്പിയായി നിർമ്മിച്ച ഉന്നതികളുടെ മുത്തുമയമായ നാട്ടിൽ ഞാൻ അവിടെ എത്തും എന്നുള്ള പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രത്യാശ ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഹൃദയം. ചില നാളുകൾക്ക് മുമ്പ് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി എന്ന ഗാനം ഒരു ദൈവഭക്തൻ എഴുതുവാനുള്ള കാരണം ഞാൻ ഇതിനു പറഞ്ഞു എനിക്കറിയില്ല. പറഞ്ഞില്ല, നാം വിശ്വാസം. സ്തോത്രം. അവിടെ ഒരു വലിയൊരു പാസ്റ്റേഴ്സ് കോൺഫറൻസ് ഉണ്ടായില്ല, വലിയൊരു പാസ്റ്റേഴ്സ് കോൺഫറൻസ്. ഈ കോൺഫറൻസിൽ അനുഗ്രഹീതനായ ഒരു വിലാസൻ കോട്ടക്കയിട്ട് അദ്ദേഹം പ്രസംഗിക്കുക. സദസ്സിനെ അദ്ദേഹത്തിന്റെ കൈവെള്ളക്കടുത്ത് കൊണ്ടുവന്ന് ജനത്തെ ഒരുമിച്ചൊന്ന് നിർത്തി ആത്മീയ അനുഭവത്തിൽ അവൻ കാവലി കുലക്കളത്തിൽ തകർക്കപ്പെട്ട ക്രിസ്തു സഹിച്ച 3 ജി. ഒന്ന് ഗെത്സമന എന്ന ജി, 2 അവൻ സ്തോത്രം ഗബന എന്ന ജി, 3 ഗോൽഗോഥ എന്ന ജി. 3 ജി. ഈ 3 ജി അവരെ പ്രഖ്യാപിച്ചിട്ട് ഗെത്സമനയെ കുറിച്ച് പ്രസ്താവിച്ചു. 2 അവൻ അടുത്ത് ഗബനയെ കുറിച്ച് അദ്ദേഹം പ്രസ്താവിച്ചു. അവൻ ആ കൽത്തളത്തിൽ ക്രിസ്തുവിനെ ബന്ധിച്ചിട്ട് പടയാളികൾ ഒട്ടകത്തുകൾ കൊണ്ട് നിർമ്മിതമായ ആ ചരടിൽ, ആ ചാട്ടയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഇരുമ്പ് കഷ്ണങ്ങളും അസ്ഥി കഷ്ണങ്ങളും ഈയക്കട്ടികളും ചേർത്ത് ക്രിസ്തുവിന്റെ ശരീരത്തെ അണിച്ച് തുടിച്ചു നിൽക്കുമ്പോൾ ശരീരമാസകലം മാംസകഷ്ണങ്ങളായി ആ ചൂണ്ടകളിൽ തൂങ്ങിക്കിടന്ന ക്രിസ്തീശ്വരന്റെ കോമളത്വമില്ലാത്ത, കണ്ടാലാഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ലാത്ത തിരുശരീരത്തെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, അവൻ ഗബതയും ഗോൽഗോഥയും തമ്മിലുള്ള ദൂരം 1/2 കിലോമീറ്റർ. ശരീരത്തിന്റെ രക്തമാസകലം ഊറിയിറങ്ങിയ ആ ചുമലിൽ റോമൻ ഗവൺമെന്റ് ചുമത്തിയത് ഭാരമേറി ഏകദേശം 80 കിലോ വെയിറ്റ് വരുന്ന ഒരു മരക്കുരിശ്. ഈ ക്രൂശിൽ ചുമന്നുകൊണ്ട് കടന്നു പോകാൻ യേശുവിന് കഴിയില്ല. പലയിടത്തും വീണ്ടും എഴുന്നേറ്റും യേശു കർത്താവ് ക്രൂശിമോ ക്രൂശ് ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഒരു കൊറേനക്കാരൻ അടിമ, ഒരു എത്യോപ്യൻ, ആഫ്രിക്കക്കാരൻ, കറുത്ത വർഗത്തിൽപ്പെട്ടവൻ വയലിലെ ജോലി കഴിഞ്ഞ് കയറിയ മർദ്ദിച്ച് ക്രൂശിച്ചു. ഇതിനെക്കുറിച്ച് അദ്ദേഹം വർണ്ണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, കറുത്ത വർഗക്കാരനായ എത്യോപ്യനെ ഇവിടെ ഇരിക്കുന്ന ആരോട് ഉപമിച്ച് പറയാൻ പറ്റും? ഒത്തിരി പാസ്റ്റേഴ്സ് ഫ്രണ്ടിൽ കസറിയിട്ട് ഇരിക്കുക. ഇവിടെ ഇരിക്കുന്ന ആരെ ഉപമിച്ച് പറയാൻ പറ്റും? നല്ല വെളുത്ത ശരീരമുള്ള ഈ പാസ്റ്റർ ഏറ്റവും ഫ്രണ്ടിൽ 2ാമത്തെ റോയിൽ ഇരിക്കുന്ന ഒരു ദൈവദാസനെ ചുണ്ടിച്ച് പറഞ്ഞു, ഏകദേശം ഇതുപോലെ ഇരിക്കും. അദ്ദേഹം സമീപമുള്ള ആളാ. ഇദ്ദേഹം ആളോട് ഉരുകിപ്പോയി.
അദ്ദേഹം വീട്ടിൽ ചെന്ന് അദ്ദേഹം ആശീർവാദം കഴിഞ്ഞത് ആർക്കും മുഖം കൊടുക്കാതെ ഇറങ്ങിപ്പോയി. വീട്ടിൽ ചെന്ന് മുട്ടി മടങ്ങി കരയാതെ, ഞാനല്ലല്ലോ എന്നെ കർപ്പിച്ചത്, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ്, ഞാനല്ലല്ലോ എന്നെ കർപ്പിച്ചത്, ഈ കറുത്തകളാണ് ഞാൻ ആക്ഷേപിക്കപ്പെടില്ലേ, എന്റെ നിറവിലൊക്കെ ഞാൻ ആക്ഷേപിക്കപ്പെടില്ലേ. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. രാത്രി എഴുന്നേറ്റു, ഒരു ബുക്കും പേനയും എടുത്തു, അതിലെല്ലാം ഇറങ്ങി. നീതി സൂര്യൻ വരുമ്പോൾ അവൻ തൻ പുറകിൽ കാമിയാലെ എന്റെ ഇരുതരമാണ്. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയാലെ ഇരുൾ നിറം മാറിടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയാലെ ഇരുൾ നിറം മാറിടുമേ. രാജരാജ പ്രതിമായി ധരിപ്പിച്ചിട്ടെന്നെ തൻ, രാജരാജ പ്രതിമായി ധരിപ്പിച്ചിട്ടെന്നെ തൻ കൂടാതെ ഇരുത്തുന്ന രാജാവ് വേഗം വരും. കൂടാതെ ഇരുത്തുന്ന രാജാവ് വേഗം വരും. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഓ എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഒരാൾ കറുത്തവനെന്ന് വിളിച്ച് ആക്ഷേപിച്ചപ്പോൾ ആ രാത്രി വിശ്വാസമുള്ള പ്രത്യാശയുള്ള മനുഷ്യരെ നിരാശപ്പെടുത്തിയെങ്കിലും അതിൽ നിന്ന് ഊരിത്തിരിഞ്ഞു വന്ന ഈ പാട്ട് പാടാത്ത മലയാളിയില്ല. അവൻ അവിടെ പാടിയ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ കറുത്ത നിറമുള്ളവരെങ്കിലും നീതി സൂര്യനായ എന്റെ യേശു കർത്താവ് തന്റെ തേജസ്സിന്റെ പ്രഭയോടെ വരുന്ന നാളിൽ എന്റെ ഇരുൾ നിറം മാറും. തേജസ് വാരി ഉടുത്തവനായി എന്റെ നാഥൻ എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ എന്റെ കർത്താവിനോടൊപ്പം ഇരിക്കുന്ന ഒരു നാളെനിക്കുണ്ട്. അതാണ് എന്റെ വിശ്വാസം, അതാണ് എന്റെ പ്രത്യാശ. ഉടയാത്ത പ്രത്യാശ, ഉടയാത്ത വിശ്വാസം. ആ പ്രത്യാശ അകത്ത് വന്നപ്പോൾ, ആ വിശ്വാസം അകത്ത് വന്നപ്പോൾ ദൈവങ്ങളെ വിട്ട് പിന്മാറുകയല്ല ചെയ്തത്. അദ്ദേഹം ഒരു ഗാനത്തിന് രചന ചെയ്യാനിടയായി. ദൈവത്തെ അദ്ദേഹം സ്തുതിപ്പാനിടയായി. ഇത് രാത്രി എന്നോട് പറയാം, പൗലോസ് അപ്പോസ്തലനാണ് പറഞ്ഞത്, ആമേൻ, നിങ്ങളുടെ വിശ്വാസം ക്രിസ്തു യേശുവിൽ തികഞ്ഞു വരേണ്ടതിന്, നിങ്ങളുടെ പ്രത്യാശ ക്രിസ്തു യേശുവിൽ തികഞ്ഞു വരേണ്ടതിന് ഏതൊരു മനുഷ്യനെയും ഞാൻ പ്രബോധിപ്പിക്കുന്നു, ഏത് മനുഷ്യനെയും പരിജ്ഞാനത്തിൽ ഞാൻ ഉപദേശിക്കുന്നു. 3 കാര്യങ്ങൾ നാം ചിന്തിച്ചു. 1, പ്രാർത്ഥനയിൽ തികഞ്ഞവരാകുക. 2, വിശ്വാസത്തിൽ തികഞ്ഞവരാകുക. 3, പ്രത്യാശയിൽ തികഞ്ഞവരാകുക. നമ്മുടെ പ്രത്യാശ ഈ ഉലകത്തിൽ എന്തെങ്കിലും നേടിയെടുക്കുകയല്ല. ദൈവം ഇരുത്തി കുലുക്കിയ തകർന്നു പോകുന്ന ഈ ഭൂതലത്തെ കുറിച്ചല്ല നമ്മുടെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശയോ എന്റെ യേശു കർത്താവ് എത്രയും വേഗം വരും. ആകെനാഥൻ ഇരിക്കുന്നിടത്ത് എന്നെയും ചേർത്തുകൊള്ളും. ആ നാഥനോടൊപ്പം ഞാനും നിങ്ങളും വാഴുമെന്ന് വിശ്വാസവും പ്രത്യാശയുമാണ് എന്റെ നിങ്ങളിൽ പ്രത്യാശ. അതുകൊണ്ട് അവൻ പ്രവാചകൻ യെശയ്യാവ് 25-ാമത്തെ അധ്യായം, യെശയ്യാ പ്രവചനം 25-ാമത്തെ അധ്യായം 17 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഭൂമി പുറപടെ പൊട്ടുന്നു, ഭൂമി കിളുകതെ കീറുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, അവൻ കാവന്മാരെ പോലെ ഇടാകുന്നു. മനുഷ്യന്റെ അകത്യമതിൽ ഭാരമായി മാറി അത് വീഴും എഴുന്നേൽക്കില്ല. ഇവിടെ വന്മാലകൾ പണിതാലും, ഇവിടെ എന്തെല്ലാം നേട്ടങ്ങൾ അവൻ നേടിയെടുത്താലും, ഇവിടെ എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും തട്ടിച്ചെടുത്താലും ചേർത്ത് വെച്ചാലും ഇതെല്ലാം നശിച്ചു പോകുന്നതാണ്. നിലനിൽക്കുന്ന ഒരു രാജ്യം നമുക്കുണ്ട്, അതിന്റെ പേരാണ് ദൈവരാജ്യം. ആകയാൽ ഈ നഷ്ടപ്പെടുന്ന ഇവിടുത്തെ കാര്യത്തെ ഓർത്ത് നമ്മൾ പ്രത്യാശിക്കാതെ നിലനിൽക്കുന്ന ദൈവരാജ്യത്തിനായി നമ്മൾ പ്രത്യാശിക്കുന്നവരായി മാറുക. വിശ്വാസത്തിൽ തികഞ്ഞവരാകുക, പ്രത്യാശയിൽ തികഞ്ഞവരാകുക. 4ാമത്തെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഇനി എന്തിൽ തികഞ്ഞവരാകണം? ആമേൻ. വൈക്കം ക്രൂസിലേന
മൂന്നാമത്തെ അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ വായിച്ചോളൂ. കൊലോസ്യർ 3:16-17 വാക്യം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ച് ബുദ്ധി ഉപദേശിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടി ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി. അവിടെ വായിക്കുന്നത് ക്രിസ്തുവിന്റെ വചനം സകല ക്രിസ്തുവിന്റെ വചനം വായിച്ച് നിർത്തിപ്പാട് ഐശ്വര്യമായി സകല ജ്ഞാനത്തോടുകൂടെ നിങ്ങളിൽ വസിക്കട്ടെ. അപ്പൊ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സർവജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. അപ്പൊ എങ്ങനെ ക്രിസ്തുവിന്റെ വചനം നമ്മൾ വസിക്കണം? ഐശ്വര്യമായി സർവജ്ഞാനത്തോടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? വസിക്കണം. ഇന്ന് നമ്മുടെ പെന്തക്കോസ്ത് അനുഭവത്തിലുള്ള ദൈവമക്കൾക്ക് വചന പരിജ്ഞാനം ഇല്ലാത്തത് ഏറ്റവും ഭയങ്കര പരാതിയാണ്. ഹല്ലേലൂയ. നമ്മൾ എത്ര പേര് ഇന്ന് വചനം വായിച്ചു? കൈകൊണ്ട ഇന്ന് എത്ര പേർ സമയം വേദനിച്ച് പ്രാർത്ഥിച്ചു? വചന പരിജ്ഞാനത്തിൽ നമ്മൾ ശ്രേഷ്ഠരായി മാറും. പരിജ്ഞാനത്തിൽ വചനത്തെ നമ്മൾ കൈക്കൊള്ളും. ദൈവവചനം ഒരു വാക്യം നമ്മൾ വായിച്ചാൽ അതിന്റെ മുൻപും പിൻപും തിരിച്ചറിഞ്ഞ് വചനത്തെ പഠിക്കണം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? പലർക്കും വചന പരിജ്ഞാനമില്ല. ചിലർക്ക് പറയുന്ന വാക്യം കേട്ടാൽ തന്നെ ഉത്തരം തോന്നും. നമ്മുടെ ആത്മീയരായ ദൈവമക്കളെ ഈ അവൻ പലയിടത്തും ഒരുമിച്ച് പോകുമ്പോൾ പല കാര്യങ്ങൾ സംസാരിച്ചവരോട് പറയും, അല്ലേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ബൈബിളിൽ വന്നല്ലോ ദുഷ്ടം പണപോലെ തടയ്ക്കുമെന്ന് ബൈബിളിൽ പറയുന്നില്ലേ? അങ്ങനെ ഒരു വാക്യം ബൈബിളുണ്ടോ? അങ്ങനെയാണോ വാക്യം? പിന്നെ എങ്ങനെയാ വാക്യം? നീതിമാൻ പണപോലെ തടയ്ക്കും, ലെബാനോട് ദേവദാരു പോലെ. ഞാൻ പറയുന്നത് അങ്ങനെ എന്നെ വാക്യം കൊണ്ട് ചിന്തിക്കുന്ന ഒരാളെ ഇല്ലാതില്ല. മനസ്സിലായില്ലേ? അപ്പൊ ദുഷ്ടൻ പണപോലെ തടയ്ക്കുമെന്നല്ല, നീതിമാൻ പണപോലെ തടയ്ക്കും, അവൻ ലെബാനോട് ദേവദാരു പോലെ. ആത്മീയ അനുഭവത്തിൽ നിലനിൽക്കുന്ന ദൈവമക്കൾ വചന പരിജ്ഞാനത്തിൽ തികവുള്ളവരായി മാറും. ഹല്ലേലൂയ. ദൈവവചനം ആധികാരികമായി നമ്മൾ പഠിക്കണം. അപ്പോൾ പൗലോസ് ഇവിടെ പറയുന്നത് വചനത്തിൽ ഒരു ആത്മീയൻ തികവുള്ളവരായി മാറും. എന്തുകൊണ്ട് ഒരു ആത്മീയൻ വചനത്തിൽ തികവുള്ളവരാണ്? പരാജയങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വിഷയങ്ങൾ വരുമ്പോൾ അവിടെ പിടിച്ചു നിർത്തുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഏകദേശം 50 ലക്ഷം രൂപ കടമുള്ള ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം എനിക്ക് വിളിച്ചു. ആദ്യമായിട്ട് എനിക്കൊരു വാഹനം വാങ്ങിത്തന്ന അദ്ദേഹമാണ്. സ്തോത്രം. ഒരു 4 വീലർ എനിക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു സഹോദരൻ. ഇന്ന് അദ്ദേഹം ചില ബാധ്യതകളുടെ മുമ്പിലായിപ്പോൾ അദ്ദേഹം ചില പ്രോജക്ട് വർക്കുകൾ വിവിധ അമേരിക്കൻ കമ്പനികൾ തുടങ്ങിയ ചില കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രോജക്ട് വർക്കുകൾ ചെയ്തു. 1 കോടി രൂപ അദ്ദേഹത്തിന് ലഭിക്കാതെ പോയി. അത് മുഖാന്തരം ഭവനപ്പണിയുള്ള ബന്ധത്തിൽ 50,000 രൂപ കടം അദ്ദേഹത്തിന് വന്നു. അപ്പൊ ഈ കടത്തിന് റിട്ടേൺ കഴിയാതെ നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം വിളിച്ചു അദ്ദേഹം പ്രാർത്ഥിക്കുന്ന സമയം അദ്ദേഹത്തിന് ഒരു ഭാഗത്തെ കടമുള്ളത് വിഷമമുണ്ട്. അവൻ കാര്യാലയം നന്നായി നടന്നിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പല ദേവദാസന്മാരുണ്ട്. അവരെയൊക്കെ അല്പം സഹായിക്കുന്ന എനിക്ക് ആശയമുണ്ട്. കടങ്ങളൊക്കെ വീട്ടിലുള്ള ആശയമുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്റെ ഒരു ചിന്ത, കടനിമിത്തം ഞാൻ ക്രിസ്തുവുള്ള ബന്ധം അറ്റുപോകരുത്. അവൻ കടമൊരു വശത്തുണ്ടെങ്കിലും അവൻ ചിലപ്പോൾ എനിക്ക് തോന്നിപ്പോകാറുണ്ട്, ഞാൻ യേശു തന്നെ അകന്നാവും നടക്കുന്നതെന്ന്. കർത്താവ് എന്നെ വിട്ട് മാറിയോ എന്ന് അത് ഓർക്കുമ്പോൾ കടബാധ്യതയേക്കാൾ വേദന എന്റെ കർത്താവ് എന്നെ വിട്ട് അകന്നു പോയോ എന്ന ചിന്ത വരുമ്പോഴാണ്. പ്രിയരെ, നമ്മുടെ ബന്ധുജനങ്ങൾ നമ്മളെ വിട്ട് മാറുമ്പോൾ, കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകൾ വരുമ്പോൾ, താങ്ങാൻ കഴിയാത്ത വിഷമം, താങ്ങാൻ കഴിയാത്ത ദുഃഖം, നമ്മെ അടുത്തറിഞ്ഞവർ നമ്മളെ വിട്ട് മാറുമ്പോൾ, നമ്മെ അടുത്ത് സ്നേഹിച്ചവർ നമ്മളെ വിട്ട് മാറുമ്പോൾ നമ്മൾ പലരും ദുഃഖിക്കാറുണ്ട്. ഇന്ന് രാത്രി പറയുന്നു, അത് ദുഃഖം വേണ്ടെന്നല്ല, അതിനേക്കാൾ ഉപരി നമ്മളെ ഇതുവരെ കൊണ്ടുവന്ന എന്റെ കർത്താവ് നമ്മളെ വിട്ട് എവിടെയെങ്കിലും മാറിയിട്ടുണ്ടോ എന്നുള്ള ചിന്തയിൽ കരയുന്നവരായിരിക്കണം ആത്മീയൻ. അപ്പൊ ഞാൻ പല വേദികളിൽ പല പ്രസംഗിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്,
ഇന്ന് ഞാൻ പ്രസംഗിക്കാനായി കൊണ്ടുവന്ന വിഷയം അതുപോലെ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റിയോ? അഥവാ അവതരിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ദൈവത്തോട് എന്താ കർത്താവേ എനിക്ക് പറ്റാതെ? എന്തുകൊണ്ട് അവിടുന്ന് അവനെ ഉദ്ദേശിച്ചവരെ പ്രസംഗിക്കാൻ കഴിയാതെ പോയത്? അവൻ എന്താ അതിന്റെ കാരണം? എന്താ അവിടെ നിന്ന് വിട്ടു മാറി നിന്നത്? ഒരു ഞായറാഴ്ച കഴിഞ്ഞ് മടങ്ങി ഞങ്ങളെ വാഹനത്തിൽ വരുമ്പോൾ എന്റെ കുഞ്ഞുങ്ങളോട് ചോദിക്കും, പപ്പയുടെ സങ്കീർത്തനത്തിൽ പ്രസംഗിച്ച എന്താ പറ? പപ്പയുടെ ലാസ്റ്റ് പ്രസംഗിച്ച വിഷയം എന്താണ് പറ? ഞാൻ ഭാര്യയോടേക്ക് സങ്കീർത്തനത്തോളം എങ്ങനെ ഉണ്ടായിരുന്നു? അവൻ ജനത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റിയോ? പ്രസംഗം എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നോ? ഞാൻ ചോദിക്കും. അവൻ ചില പ്രസംഗങ്ങൾ എനിക്കതിനെ തൃപ്തി തോന്നാറില്ല. ഞാൻ എന്റെ ദൈവത്തോട് പറയും, കർത്താവ് എന്തുകൊണ്ടാണ് എനിക്ക് തൃപ്തിയോടെ ചെയ്യാൻ കഴിയാതിരുന്നത്? ഇവിടെയാണ് പാലിച്ച പറ്റിയത്. ഇവിടെയാണ് തകർന്നത്. ഇന്ന് രാത്രി ഞാൻ പറയാം, പ്രിയരെ, ഒരു ആത്മീകൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്നവരാണ് ആത്മീകൻ. വചനത്തിന്റെ ഉള്ളറകളെ മനസ്സിലാക്കി ആളുകളെ ജയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കാനായി കഴിയൂ. യേശു കർത്താവ് അതിനെക്കുറിച്ച് ഉപമകളിലൂടെ പറയാനിടയായിട്ട് മത്തായി സുവിശേഷം 13-ാമത്തെ അധ്യായങ്ങൾ വായിച്ചാൽ ദൈവരാജ്യത്തെ കുറിച്ച് യേശു പറഞ്ഞ 7 ഉപമകളുണ്ട്. 7 ഉപമകൾ. അതിൽ 1-ാമത്തെ ഉപമയിലാണ് ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കാനായി പുറപ്പെട്ടു. അവൻ നല്ല വഴിയിൽ താൻ വിത്ത് വിതയ്ക്കാനായി പുറപ്പെട്ടു. താൻ പോകുകയും മത്തായി സുവിശേഷം 13-ാമത്തെ വാക്യങ്ങളെ പറയുന്നത്, അദ്ദേഹം പോകുകയും ചിലത് വഴിയരികിൽ വീണു, ചിലത് പാദസ്ഥലത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ലനിലത്ത് വീണു. യേശു കർത്താവ് ഈ ഉപമകൾ സമൂഹത്തോട് പറഞ്ഞു തീർന്നിട്ട് ശിഷ്യന്മാർ യേശു തനിച്ചിരിക്കുമ്പോൾ യേശു കർത്താവിന്റെ അടുക്കൽ ചോദിച്ചത്, ഈ ഉപമയുടെ അർത്ഥം എന്താണ്? അവിടുന്ന് അവൻ അർത്ഥം പറഞ്ഞില്ല, ഉപമ മാത്രം പറഞ്ഞല്ലോ. എന്താണ് അതിന്റെ ആശയം? യേശു കൊടുത്ത മറുപടികളെ സംബന്ധിച്ച് മത്തായി സുവിശേഷം 13-ാമത്തെ അധ്യായം 19 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച്. മത്തായി സുവിശേഷം 13-ാമത്തെ അധ്യായം അതിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ. ഒന്നാമത്തെ കാര്യം പറയുകയാണ്, വഴിയരികിൽ വീണ വിത്ത് പറവകൾ വന്ന് പക്ഷികൾ വന്ന് കൊത്തിക്കൊണ്ടുപോയി. എന്താണ്? ദൈവരാജ്യത്തിന്റെ വചനം ഒരുത്തൻ കേട്ടിട്ട് അത് ഗ്രഹിക്കാതെ പോയാൽ പിശാച് വന്ന് ഹൃദയത്തിൽ വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക വാക്യം, വചനം കേട്ടിട്ടും അതിനെ ഉൾക്കൊള്ളാതെ പോയാൽ കേട്ട വചനം ഒരിക്കലും നിന്റെ മനസ്സിൽ ഉണ്ടാകാതിരിക്കാൻ, ഒരിക്കലും ഹൃദയത്തിൽ ഉണ്ടാകാതിരിക്കാൻ പിശാച് വന്ന് ആ വചനത്തെ പൊറുക്കി മാറ്റി കളയുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനത്തെ കേൾക്കുന്നതിനെ ഉൾക്കൊള്ളാതെ ഇരുന്നാൽ, എന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാതിരുന്നാൽ വേറൊരാളെ എന്ത് ചെയ്യാണ്? എടുത്തതിനെ മാറ്റുകയാണ്. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. ഇതത്രേ വഴിയരികിൽ വിതയ്ക്കപ്പെടുന്നത്. പാദസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടല്ലോ. ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ വചനത്തെ കൈക്കൊണ്ടെങ്കിലും അവൻ ക്ഷണികനത്ര. വചനം കേട്ടപ്പോ ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടായെങ്കിലും അവൻ ഒത്തിരി ശ്രമിക്കത്തില്ല. അവൻ ക്ഷണികനാണ്. കേട്ടും അവൻ മറന്നു, കൈക്കൊണ്ടും പക്ഷെ അവൻ പ്രയോജനം ചെയ്തില്ല. പാദസ്ഥലത്ത് വീണ വിത്ത് ഇതുപോലെയാണ്. നനവുണ്ടെങ്കിൽ പെട്ടെന്ന് കേട്ടു, പക്ഷെ താഴോട്ട് പോകാൻ വേരില്ലായകയാൽ അത് അവിടെ ഉണങ്ങുന്നത് പോലെ. അവൻ കേട്ടെങ്കിലും ക്ഷണികനാണ്. അപ്പോൾ വിശ്വാസമൊക്കെ പറഞ്ഞു, നാളെ പള്ളിയിൽ വരാമെന്ന് പറഞ്ഞു, ആരാധനയ്ക്ക് പങ്കെടുക്കാൻ പറഞ്ഞു. പക്ഷേ അവൻ ക്ഷണികനാണ്. അവൻ വരണമെന്നില്ല. അവൻ നാളെ വന്ന് ആരാധനയിൽ പങ്കെടുക്കണമെന്നില്ല. സ്തോത്രം. അടുത്ത വാക്യം വായിച്ചോളൂ. വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ അവന് നേരിട്ട ക്ഷണത്തിലവരുണ്ട്. വചന നിമിത്തം ഉപദ്രവമോ പ്രശ്നങ്ങളോ വന്നു കഴിയുമ്പോൾ ക്ഷണത്തിൽ അവൻ വിശ്വാസം വിട്ടുപോകും. ഇവനാണ് പാദസ്ഥലത്ത് വീണത്. അടുത്ത വാക്യം. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ, ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായിട്ട് മാറും. കണ്ടോ? അവിടെ വായിക്കാൻ കണ്ടോ? ഈ ലോകത്തിന്റെ ചിന്ത, ധനത്തിന്റെ വഞ്ചന. പലരും ഈ സുവിശേഷത്തെ ഏറ്റെടുത്തത് പണം ഉണ്ടാക്കാനുള്ള ഒരു വഴിയായിട്ടാണ്. ഹല്ലേലൂയ.
ഞാൻ ഇന്നലെ രാത്രി വചനം പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എഫെസോസിൽ നിന്ന് അവൻ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുന്ന പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ചെല്ലുന്നിടത്തെല്ലാം ഉപദ്രവങ്ങളും ബന്ധനങ്ങളും എന്നെ കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഇതാ ഞാൻ പരിശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും അവൻ കെട്ടുകളും ഉപദ്രവങ്ങളും എനിക്കവിടെ ഉണ്ട്. ഏത് വിധമെന്ന് എനിക്കറിയില്ല. എഫെസോസിൽ പോകുമ്പോൾ ഒരു പാസ്പോർട്ടും വിസയും ടിക്കറ്റും എന്നെ കാത്തിരിക്കുന്നു എന്നല്ല പറഞ്ഞത്. ആണോ? ഹല്ലേലൂയ. ഇന്ന് പല സംഘടനകളിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്തിനാ മനുഷ്യൻ കഷ്ടപ്പെടുന്നേ? എന്തിനാ കസേരകൾക്ക് വേണ്ടി, സ്ഥാനങ്ങൾക്ക് വേണ്ടി ഓടുന്നേ? ഇത് കിട്ടിയാൽ അടുത്തൊരു പ്രൊമോഷൻ കിട്ടും, എല്ലാവരും വിളിക്കും, പ്രോഗ്രാം ധാരാളം കിട്ടും, കാശൊക്കെ ഉണ്ടാക്കാൻ ഒരു വഴി അല്ല. ഇവന്റെ പേരാണ് മുള്ളിനിടയിൽ വീണ വിത്ത്. ധനമുണ്ടാക്കുക, അവൻ ലോകപ്രകാരം ആഡംബരത്തോടെ ജീവിക്കുക. ദൈവജനത്തോട് പറയട്ടെ, ഭക്തിയോടെ ജീവിക്കുന്ന ദൈവഭക്തന് മരണം വരെ ഒരു ഉപദ്രവം നഷ്ടമാണ്. ഒന്നല്ലെങ്കിൽ ഒന്നിൽ ഓരോ പ്രശ്നങ്ങൾ, പ്രശ്നത്തിന് മീതെ പ്രശ്നം, പ്രതികൂലത്തിന് മീതെ പ്രശ്നം, അത് ഒഴിഞ്ഞ പേഴ്സ്, ഒട്ടിയ വയറ്, എന്നും ഏതെങ്കിലും ബാധ്യതകള്, ഞെരുക്കങ്ങള്, ചിന്തിക്കുന്ന തലത്തിൽ എത്തിപ്പെടാൻ കഴിയാത്ത പലവിധ പ്രശ്നങ്ങള്. ഇതാണ് പല ദൈവഭക്തന്മാരുടെ ജീവിതയാത്ര. പ്രിയരെ, മുള്ളിനിടയിൽ വിത്തിന്റെ അവൻ അനുഭവം പറയുകയാണ്. ധനത്തിന്റെ വഞ്ചന, ഈ ലോകത്തിന്റെ ചിന്ത. അവൻ എന്താണ് ലോകത്തിന്റെ ചിന്ത? ആഡംബര ജീവിതം, ആഡംബര അനുഭവം, ആഡംബരത്തിൽ മുഴുകിയുള്ളതായ നടത്തം. ഇതാണ് ലോകത്തിന്റെ ചിന്ത. രണ്ട്, ധനത്തിന്റെ വഞ്ചന. ഇത് രണ്ടും ഒരാത്മീയൻ ഞെരുക്കുമ്പോൾ കേട്ട വചനം അവന്റെ ജീവിതത്തിൽ നിന്ന് മാറും. ഒരിക്കൽ ആഡംബരത്തെ കുറിച്ച് തെറ്റെന്ന് പ്രസംഗിച്ച ദൈവമക്കളുടെ മക്കളുടെ വിവാഹം വരണം. വിവാഹം വരുമ്പോൾ മക്കളെ ഒരുക്കാൻ ബ്യൂട്ടീഷ്യന് കൊടുത്തത് 25,000 രൂപ. എന്തിനാ? ഒരു ദിവസത്തേക്ക് ചെലവുണ്ട്. അവൻ മക്കളെ കല്യാണം വരുമ്പോൾ സാധാരണ അവൻ ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന പാസ്റ്റർമാർക്കൊക്കെ വസ്ത്രം എടുത്ത് കൊടുക്കാറുണ്ട്. പാസ്റ്റർക്ക്, ഭാര്യയ്ക്ക്, മക്കൾക്ക് തുണിയെടുക്കാൻ കൊടുത്തത് 5,000 രൂപ. പക്ഷെ അദ്ദേഹത്തിന്റെ മോക്ക് തുണിയെടുക്കാൻ ഒരു സാരിക്ക് കൊടുത്തത് 25,000 രൂപ. പാസ്റ്റർക്കും ഭാര്യയ്ക്ക് 2 മക്കൾക്കും കൂടെ തുണിയെടുക്കാൻ അവൻ എത്ര മതി? 5,000 മതി. പക്ഷെ എന്റെ മക്കൾക്ക് കൊടുത്തു 25,000. ബ്യൂട്ടീഷ്യൻ എത്ര കൊടുത്തു? 25,000. വീട്ടുകാർക്ക് കോട്ടൺ ഷൂട്ട് എടുക്കാൻ എത്ര കൊടുത്തു? അവൻ 25,000. എല്ലാം കൂടി 1.5 ലക്ഷം രൂപ ഇതിനു വേണ്ടി അവൻ ചിലവാക്കി. ആഭരണ ഇടുന്നേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഉണ്ട്. ആഭരണം മാത്രമാണ് നമുക്ക് പ്രശ്നം, ബാക്കി ഏതുമാകാം. ഇതാണ് മുള്ളിനിടയിൽ വീണ വിത്ത്. ഞാൻ പറയട്ടെ, ആത്മീയനെ, നമ്മൾ ആഡംബരത്തിന് വേണ്ടി ഇറങ്ങിയവരല്ല. അത്യാവശ്യം നിനക്കൊരു സൗന്ദര്യമുള്ള മുഖം കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഉടുക്കേണ്ട വസ്ത്രം വാങ്ങാനുള്ള സാമ്പത്തികം തന്നു. അതിനകത്ത് നിന്ന് വേണം നിന്റെ ജീവിതം നയിക്കാൻ. ഹല്ലേലൂയ. ആഡംബരങ്ങൾ ഒഴിവാക്കി ദൈവഭക്തിക്ക് ചേരുന്നത് വേണം ചെയ്യാൻ. അതാണ് ലോകത്തിന്റെ ചിന്ത. ഇന്ന് നമ്മുടെ ഇടയിൽ വസ്ത്രധാരണത്തിന്റെ രീതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെന്നൈയിൽ പോയി പഠിച്ചിട്ട് വരുന്ന കുട്ടി, അവൻ സ്തോത്രം, അവൻ ഇവിടെ അവൻ അപ്പോൾ കുട്ടി പോയി ബോംബെ പഠിച്ചു നമ്മൾ മുന്നോട്ട് വന്നത് വന്നിറങ്ങി ഇറങ്ങിയപ്പോൾ കുട്ടി വന്നത് മുന്നോട്ട് പോകാത്ത വസ്ത്രധാരണ പെർഫോമൻസ് സ്റ്റൈലാണ്. എന്താ പെർഫോമൻസ് സ്റ്റൈല്? ഇതിനെ ഉള്ളൂ. ഇപ്പോ താഴോട്ടുള്ള തുണി കീറി കളഞ്ഞു. സ്തോത്രം, മനസ്സിലായോ? കഴിഞ്ഞ ദിവസം ഞാൻ വിധിയിൽ പോയിട്ട് അവൻ വിധിയെ കഴിഞ്ഞ പലവട്ടം പോയിട്ടുള്ളതാ. അവിടെ ഒരു കുട്ടി അവനോട് വിധി പഠിപ്പിച്ചിട്ട് കാണാനുള്ള ബ്യൂട്ടിയുള്ള ഒരു കുട്ടിയാ. അവിടെ ബസ്സിൽ വന്ന് നിൽക്കുന്നുണ്ടോ? ഞാനിങ്ങനെ യാത്രയിൽ പോയി, ഞാനൊരു ഭാര്യയുണ്ട്. അപ്പൊ ഈ കൊച്ചിനെ കണ്ടു. സ്തോത്രം, ഞാൻ ഈ കണ്ടിട്ട് വെച്ചിട്ട് പെട്ടെന്ന് മനസ്സിലായില്ല. അവിടെ പാസിംഗ് മനസ്സിലായത് കൊച്ചിന് ഈ ഭാഗത്ത് രണ്ടെടുത്ത് ലോകട്ടിരിക്കുക. സ്തോത്രം, എന്തിനാ ഈ ലോകട്ടിരിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ പറയട്ടെ, ആത്മീയ ജീവിതത്തിന് ചേരുന്ന ജീവിതം നീ നയിക്കുക. ലോകവുമായി ഇടകലരാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല. ഒരാത്മീയനവൻ അനുയോജ്യമായ വസ്ത്രധാരണം. ഒരാത്മീയനെ ഞാനിതിന് എതിർപ്പ് പറയുകയല്ല.
പക്ഷേ വിശ്വാസത്തിലേക്ക് വന്ന ഈ പുസ്തകം മാറോട് ചേർത്ത് പിടിക്കുന്ന നിനക്ക് ചേരുന്നതല്ല. ഹല്ലേലൂയ. പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രം മാന്യമായി ധരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ലോകത്തിൽ നിന്ന് വേർപെട്ട് ജീവിച്ചെങ്കിൽ എല്ലാറ്റിനും അങ്ങനെയാകണം. അപ്പോസ്തലനായ യേശുക്രിസ്തു അപ്പോസ്തലന്മാരെ പഠിപ്പിക്കുകയാണ്, മുള്ളിനിടയിൽ വീണതോ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും ഉള്ളിൽ കിടന്നിട്ട് വചനത്തെ അത് ഞെരുക്കി അങ്ങനെ നഷ്ടപ്പെട്ടു പോയവർക്ക് തുല്യമാണ് മുള്ളിനിടയിൽ വീണത്. അവർക്ക് പറയും നല്ല നിലത്ത് വീണു. അതെന്ത് ചെയ്തു? 30-60 ഫലം കൊടുത്തു. ആകയാൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവം പറയട്ടെ, തീമോഥെയോസിന്റെ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പൊതു മേഖലയിലുള്ള സകല സഭയ്ക്കും ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പത്രോസും വളരെ വ്യക്തതയോടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകളാണ് സുബോധത്തോടെ വസ്ത്രധാരണം ചെയ്യണം എന്നുള്ളത്. ഹല്ലേലൂയ. അവൻ പൊന്ന് വെള്ളി മുതലായി അണിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുയേശുവിന്റെ നിർദോഷമായ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ, സ്ത്രീ പുരുഷന്മാർ, തലമുറകൾ യോഗ്യമായ തലത്തിൽ ലജ്ജാശീലത്തോടെ വസ്ത്രം ധരിക്കണം എന്നത് ദൈവിക വചനത്തിന്റെ സത്യമായ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ലോകത്തിന്റെ വഞ്ചനയും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും നിന്റെ ആത്മീക ജീവിതത്തെ കൊണ്ട് കുത്തുന്നത് പോലെ ഞെരുക്കി കളഞ്ഞാൽ നിനക്ക് വചനത്തിൽ വളരാൻ പറ്റില്ല. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ലോകൈക ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കയറിക്കൂടെ. ഞാനൊരുകൂടെ പറയാറുണ്ട്, അവൻ തിന്നാൻ വേണ്ടി ജീവിക്കരുത്, ജീവിക്കാൻ വേണ്ടി തിന്നണം. ഹല്ലേലൂയ. സ്തോത്രം. ഇടയ്ക്ക് എന്നെ നിർബന്ധിച്ചൊരു സ്നേഹിതൻ, അവനൊരു എനിക്ക് ഹോട്ടൽ വളരെ ഇഷ്ടം ഇല്ലാത്ത കാര്യമാണ്. എന്തൊക്കെ ഓർഡർ ചെയ്തു വന്ന മേശകളെ നിരത്തി വെച്ച സാധനങ്ങൾ എങ്ങനെ എവിടെ പോകണമെന്ന് എനിക്കറിയില്ല. സ്തോത്രം. ആകെ രാത്രി കഴിച്ചാൽ 3 ദിവസം കഴിക്കും. സ്തോത്രം. ഇതാണ് എനിക്ക് ഏറെ ഇഷ്ടം. അത്രയും മതി. പക്ഷെ വിളവിൽ വെച്ചത് രാത്രി 10 മണിയായി. വിളവിൽ വെച്ച സാധനം രാത്രി മുഴുവൻ കഴിച്ചാൽ എന്തിരില്ല. ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട. അവര് മെനു കൊണ്ട് വെച്ചപ്പോൾ എന്നോട് ചോദിച്ചെന്തോന്ന്. ഞാൻ പറഞ്ഞു ഒരു 3 ദിവസം ചമ്മന്തി കറി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോഴും പറഞ്ഞ മറുപടി ഇവിടെ കിട്ടില്ല, അപ്പുറത്തെ തട്ടിടയിൽ പോവാം. സ്തോത്രം. വിളവിലെടുത്ത സാധനങ്ങളെ തുടർന്ന് അറിയത്തില്ല. നീ തിന്നാൻ വേണ്ടി ജീവിക്കരുത്, ജീവിക്കാൻ വേണ്ടി തിന്നണം. സ്തോത്രം. ആളുകളുടെ ജീവിതം നിർത്തണം. ദൈവത്തെ ഭക്തിയോടെ ആരാധിക്കണം. ഇങ്ങനെ ദൈവകൃപയിൽ ആശ്രയിച്ച് വചനത്തിൽ തികവുള്ളവരാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അവൻ കുടുംബ ജീവിതത്തെ കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു പുസ്തകം എന്ന് വെച്ചാൽ വിശുദ്ധ വേദഗ്രന്ഥം. മനസ്സിലായോ? ഇന്നലെ രാത്രി കളി പറഞ്ഞതാണ്. ഒരാൾക്ക് എങ്ങനെ ജീവിക്കണം, അമ്മ എങ്ങനെ ജീവിക്കണം, മക്കളെ എങ്ങനെ ജീവിക്കണം, വീട്ടിലെ ന്യാസം എങ്ങനെയായിരിക്കണം, യജമാനൻ എങ്ങനെയായിരിക്കണം എന്നുള്ള വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന അധ്യായങ്ങളാണ് എഫേസ്യർ 5:6-1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്നത് ഇതെല്ലാം പഠിപ്പിക്കേണ്ടത് ഒരു പാസ്റ്ററുടെ കടമയായതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ആ കാര്യം പറയുകയാണ്. ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും അകത്ത് കയറുന്നവന് വചനത്തിൽ തികവ് പ്രാപിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ആഡംബര ജീവിതം പ്രിയപ്പെടുന്നവന് വചനത്തിൽ പ്രിയം വയ്ക്കാൻ കഴിയുകയില്ല. അവയെ സ്തോത്രം. പിന്നെ പണം ഉണ്ടാക്കണം എങ്ങനെ എല്ലാവരും വലിയവരാകണം എന്നുള്ള ചിന്ത ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കയറിയ ഈ വചനത്തെ അവൻ മാറ്റി വെച്ചിട്ട് വേറെ പല പണികളും അവൻ ചെയ്യാൻ തുടങ്ങും. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, വചനത്തിൽ നമ്മൾ തികവുള്ളവരായ നിത്യതയിൽ നമുക്ക് എത്താം. അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ട് സഭയെ പഠിപ്പിച്ച വാക്കാണ്, നിങ്ങൾ വചനത്തിൽ തികവുള്ളവരാകുക. വചനത്തിൽ തികവുള്ളവരാകുക. 1 പ്രാർത്ഥനയിൽ തികവുള്ളവരാകുക. 2 വിശ്വാസത്തിൽ തികവുള്ളവരാകുക. 3 പ്രത്യാശയിൽ തികവുള്ളവരാകുക. 4 അവൻ വചനത്തിൽ തികവുള്ളവരാകുക. 5 വിശുദ്ധിയിൽ തികവുള്ളവരാകുക. വായിക്കൂ. അവൻ സ്തോത്രം. അവൻ കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ വായിച്ചുള്ളൂ. കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിയാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവിടെ വായിക്കുന്ന ഭാഗങ്ങൾ ശ്രദ്ധിച്ച്. ആകയാൽ ദുർനടപ്പ്, അതിന് തമിഴിൽ ദേശീയത്തരം എന്നാണ് എന്റെ ചിന്ത.
സ്തോത്രം, ദുർനടപ്പ്, അശുദ്ധി, അതിന്യാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ നിങ്ങൾ മരിപ്പിപ്പീൻ. ഹല്ലേലൂയ. നിങ്ങളുടെ അവയവങ്ങളെ, അതായത് നിങ്ങളുടെ ശരീരത്തിൽ പാപത്തെ ഉളവാക്കുന്ന രീതിയിൽ പ്രലോഭനം തരുന്ന നിങ്ങളുടെ സ്വഭാവ രീതിയെ മരിപ്പിച്ചിട്ട് എന്റെ ദൈവം വിശുദ്ധനാകയാൽ നമ്മളും വിശുദ്ധിയുടെ പാതയിൽ നടക്കാൻ ശ്രമിപ്പീൻ. ഇങ്ങനെ വിശുദ്ധിയിൽ നിങ്ങൾ തികഞ്ഞവരാകുവീൻ. ക്രിസ്തുവിനെ കുറിച്ച് അവൻ അപ്പോസ്തലന്മാർ പ്രഖ്യാപിച്ചിരിക്കുന്ന വാക്കുകൾ: അവനിൽ പാപമില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല. പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം അറിയാത്തവൻ. അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എബ്രായ ലേഖനം 7:26 ഇങ്ങനെയുള്ള മഹാപുരോഹിതരല്ലോ നമുക്ക് വേണ്ടിയത്: നിർമ്മലൻ, നിർദോഷൻ, പവിത്രൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗ്ഗത്തേക്കാൾ ഉന്നതനായവൻ, മറ്റു മഹാപുരോഹിതന്മാരെ പോലെ ആണ്ടുതോറും തങ്ങൾക്കായിട്ടും പിന്നെ ജനത്തിനായിട്ടും പാപത്തിന്റെ പരിഹാരം നടത്തേണ്ട ആവശ്യമില്ലാത്ത ആകാശത്തോടെ കടന്നുപോയ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായ യേശു ക്രിസ്തു വിശുദ്ധനാകയാൽ നമ്മുടെ ആത്മീയ ജീവിതവും ഓരോ ദിവസവും വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് നമ്മൾ കൊണ്ടുവരുകയും. ഹല്ലേലൂയ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകിട്ടായ വീട്ടിലെത്തി, ശരീരമാസക ക്ഷീണം, ഇടുന്ന വസ്ത്രമാകെ മുഷിഞ്ഞു. ഒന്ന് കുളിച്ച് ആ വസ്ത്രങ്ങളെ കൊണ്ട് കഴുകി ജീവിതത്തിൽ ശരീര വിശുദ്ധീകരണം പ്രാപിക്കുന്നത് പോലെ ഈ യാത്രയിൽ കണ്ടുകൊണ്ട് കണ്ടത്, ചിന്തിച്ചത്, നിരൂപിച്ചത്, പറഞ്ഞത്, വിശുദ്ധിയെ കെടുത്തുന്ന പല അനുഭവങ്ങൾ, അവയിൽ ഇതുമായി കർത്തൃസന്നിധിയിൽ വന്ന് മുട്ടുമടക്കുന്ന രാവിലെ മുതൽ വൈകോളം ഞാൻ യാത്ര ചെയ്തു. പോയിടത്തൊക്കെ അവിടുന്ന് കൂടെയിരുന്നു. എങ്കിലും അങ്ങേക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പലരുടെ ജീവിതത്തിൽ വന്നു. കർത്താവേ, അവിടുത്തെ വചനമെന്ന ശുദ്ധവെള്ളത്താൽ എന്നെ ഒന്ന് കരുതണേ. ഹല്ലേലൂയ. ഒന്ന് വായിച്ചേ. അവൻ എബ്രായ ലേഖനം അതിലെ 10-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം അതിലെ 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവന്റെ പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ദൈവവും ദേവാലയത്തിന്റെ മഹാപുരോഹിതൻ നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തിരിക്കുക. എന്തോന്നുകൊണ്ട് കരുതാനാ പറഞ്ഞിരിക്കണേ? ശുദ്ധവെള്ളത്താൽ. ഏതാണ് ഉപയോഗിച്ചിരിക്കുന്ന ശുദ്ധവെള്ളം? ദൈവവചനമെന്ന ശുദ്ധവെള്ളത്താൽ ദിവസം പ്രതി ആത്മീയ കഴുകൽ പ്രാപിച്ച് അവയെ തന്റെ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കണം. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ പ്രിയരെ? പാപമുള്ള ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പാപത്തിന്റെ കറകൾ, പാപത്തിന്റെ അഴുക്കുകൾ ജീവിതത്തിൽ പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. കർത്താവിന്റെ പാതകത്തിൽ വന്നിട്ട് എന്നെ ഒന്ന് കഴുകണേ, ദൈവവചനമെന്ന ശുദ്ധവെള്ളത്താൽ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ, എന്റെ ഹൃദയത്തിൽ തിരുരക്തം തളിക്കണമേ. അവിടുന്ന് വിശുദ്ധനാകയാൽ അങ്ങനെ സഭയെ വിശുദ്ധനാക്കി നിർത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധിയിൽ ഓരോ ആത്മീയനും ഓരോ ദിവസവും പുതുക്കം പ്രാപിക്കണം. ഹല്ലേലൂയ. ആമേൻ. രക്ഷ എന്ന വാക്കിന് 3 അവസ്ഥകളുണ്ട്. ഒന്ന്, രക്ഷിക്കപ്പെട്ടു. 2, രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. 3, രക്ഷിക്കപ്പെടും. എന്നാൽ രക്ഷിക്കപ്പെട്ടത് കർത്താവായ യേശു ക്രിസ്തുവിനെ എന്റെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞപ്പോൾ, ആ രക്ഷകനായ ക്രിസ്തുവിനെ എന്റെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിച്ചപ്പോൾ പാപം നിറഞ്ഞ ലോകത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു. അവൻ നമ്മൾ വീണ്ടും ജീവിക്കുന്ന ഈ ലോകത്തിലാണ്. ഈ ലോകത്തിൽ കൺമോഹം, ജനമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്ന് തുടങ്ങിയ പാപത്തിന്റെ സ്വഭാവങ്ങൾ മനുഷ്യ സ്വഭാവത്തിലേക്ക്, മനുഷ്യ ചിന്തയിലേക്ക്, മനുഷ്യ വിചാരങ്ങളിലേക്ക് അത് കടന്നുകൊള്ളുമ്പോൾ ഓരോ ദിവസവും ഇതിനെ നമ്മൾ ഓവർകം ചെയ്യുന്നവരാണ്. അവൻ തിരമാല
രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. 3 രക്ഷിക്കപ്പെടും. എന്നാൽ ഈ മർത്യമായ ശരീരം വിട്ട് അമർത്യതയെ പ്രാപിക്കുമ്പോൾ രക്ഷയുടെ പൂർണ്ണത എനിക്കുണ്ടാകും. ആകയാൽ ഒരാത്മീയൻ അറിയേണ്ടത് എന്റെ ദൈവം വിശുദ്ധനാകയാൽ ഓരോ ദിവസവും എന്നെ തന്നെ ഞാൻ എന്ത് ചെയ്യണം? വിശുദ്ധീകരിക്കണം. പ്രിയരെ, ദൈവസന്നിധം മുട്ടുമുടക്കുമ്പോൾ നീ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ്, ആവശ്യങ്ങൾ ദൈവസന്നിധി നിരത്തി വെക്കുന്നതിന് മുമ്പ് ദൈവത്തോട് കർത്താവേ ഇത്രത്തോളം നടത്തി. പലപ്പോഴും അങ്ങനെ ഞാൻ അവിശ്വസ്തനായി തീർന്നിട്ടുണ്ട്. എന്നിൽ കുറവുകളുണ്ട്, അവിശ്വസ്തകളുണ്ട്. എന്റെ പാപത്തെ ശുദ്ധീകരിക്കണമേ, എന്റെ പാപത്തെ കഴുകിക്കളയണമേ. ദൈവം ശുദ്ധവെള്ളത്താൽ എന്നെ കഴുകണമേ, എന്റെ ചിന്തകളെ കഴുകണമേ, എന്റെ നിരൂപണങ്ങളെ കഴുകണമേ, എന്റെ വിചാരങ്ങളെ കഴുകണമേ, എന്റെ ഭാവനകളെ കഴുകണമേ. എന്റെ കഴുകി ശുദ്ധീകരിച്ച് നിയമത്തിന്റെ രക്തമെന്റെ മേൽ തളിക്കണമേ. കാരണമുണ്ട്, സദാ നമുക്ക് വിരോധമായി പൈശാചികൻ നമ്മെ കുറിച്ച് ദൈവസദസ്സിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം, വെളിപ്പാട് 12:10 അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവയെ സദാ നമ്മുടെ സഹോദരന്മാരെ ദൈവസദസ്സിൽ രാവും പകലും കുറ്റം പറയുന്ന അപവാദിയായ പിശാച്. അവയെ നീ തെറ്റ് ചെയ്യുമ്പോൾ തന്നെ ദൈവസന്നിധിയിൽ റിപ്പോർട്ട് ചെയ്യുക. ഹല്ലേലൂയ. പ്രവാചക പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സെഖരിയാ പ്രവചനം 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം, ദൈവത്തിന്റെ ഭക്തനായ യോശുവായ്ക്ക് നേരെ കുറ്റം ചുമത്തിക്കൊണ്ട് പിശാച് തന്റെ വലത്തുഭാഗത്തെ നേരെ വയ്ക്കുക. മലാക്കി പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വച്ച് കേട്ടു. ആകയാൽ നമ്മുടെ ചിന്തയറിയുന്ന അവൻ 139-ാം സങ്കീർത്തനം 139-ാം സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, എന്റെ നിരൂപണം അറിയുന്ന ദൈവം, എന്റെ ചിന്തയറിയുന്ന ദൈവം, എന്റെ ഇരിപ്പറിയുന്ന ദൈവം, എന്റെ എഴുന്നേൽപ്പ് അറിയുന്ന ദൈവം, ഞാൻ കിടക്കുന്ന ഇടം അറിയുന്ന ദൈവം, എന്നെ മുഴുവനായി അറിയുന്ന ദൈവം, എന്റെ വായിലെ മുഴുവൻ വാക്കും അറിയുന്ന ദൈവം, എന്നെ മുഴുവനായി അറിയുന്ന ഒരുവനേ ഉള്ളൂ. അവൻ ഭാര്യ അറിയുന്ന ഭർത്താവിനേക്കാൾ, ഭർത്താവിനെ അറിയുന്ന ഭാര്യയേക്കാൾ നിന്റെ ജീവിതം അവയെ സ്തോത്രം ആരംഭം മുതൽ അവസാനം വരെ മുഴുവനായി അറിയുന്ന ഒരുവനേ ഉള്ളൂ. അവിടുന്നാണ് എന്റെ നാഥനായ ജീവനെ തന്ന ദൈവം. അവിടുത്തെ സമയം വിട്ടുകൊടുക്കുമ്പോൾ അപ്പാ അങ്ങ് പരിശുദ്ധനാണ്, ഞാൻ മനുഷ്യനാണ്, നീ എന്നെ പൊടിയും നോക്കണം. രാവിലെ തലച്ചു വരുന്നത് വൈകിട്ട് അരിഞ്ഞുമായി പോകുന്ന പുല്ലിന് സമാനമല്ല. ഞങ്ങളുടെ കൂടെ നടക്കും. രാവിലെ ഭംഗിയോടെ പൂത്തുന്നതും വൈകിട്ട് ഇതരകൾ കൊടിഞ്ഞു പോകുന്നതുമായ ഒരു പൂവിന് തുല്യനാണ് ഞാൻ. കുറവുകൾ വന്നുപോയപ്പോ, തെറ്റുകൾ വന്നുപോയി, ക്ഷമിക്കണമേ. ശുദ്ധവെള്ളത്താൽ എന്നെ കഴുകണമേ. അവയുടെ ആവാൻ നിറയ്ക്കണമേ. എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്? എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം? എന്റെ നാമം വിശുദ്ധനായാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. അവിടുത്തെ വിശുദ്ധനായാൽ അവിടുത്തെ സമയത്താണെങ്കിൽ ജീവിത വിശുദ്ധീകരണം അഭിപ്രദാനം. അതുകൊണ്ട് 6-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. ഹല്ലേലൂയ. അവയെ നിന്റെ ശരീരം കൊണ്ട് നീ എന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തും. അതുകൊണ്ട് സങ്കീർത്തനത്തിൽ വായിക്കുന്നത് 10 കമ്പിയുള്ള വീണ കൊണ്ട്, വായ്പം കൊണ്ട്, കിന്നരം കൊണ്ട് യഹോവയെ നിങ്ങൾ വാഴ്ത്തുവിൻ. ഏതാ അവയെ സ്തോത്രം 10 കമ്പികൾ വീണ്ടും പറയുന്ന അത്യുച്ചനാമമായ കൈത്താളത്തോടും ഗംഭീരസ്വരമുള്ള കിന്നരങ്ങളോടും വായ്പങ്ങളോടുകൂടെ ദൈവത്തെ സ്തുതിപ്പി. അപ്പോൾ 10 കമ്പിയുള്ള വീണ കൊണ്ട്, വായ്പം കൊണ്ട്, അത്യുച്ചനാമമുള്ള കൈത്താളങ്ങളോട് ദൈവത്തെ എന്ത് ചെയ്യണം? ഈ കരങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം, ഈ വാ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അവൻ ഈ ശരീരം മുഴുവനായി ദൈവത്തിന് മഹത്വമായി മാറണം. ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന വിശുദ്ധ ജീവിതം ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കും. ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധി നമ്മൾ എന്ത് ചെയ്യണം? തികഞ്ഞവരാകണം, തികഞ്ഞവരാകണം. അടുത്ത ഭാഗത്തിലേക്ക് വരാം. നമ്മൾ എന്ത് തികഞ്ഞവരാകണം? സ്തോത്രം. ആമേൻ. സ്നേഹത്തിൽ നമ്മൾ തികഞ്ഞവർ ആകുക. കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം 12 വാക്യങ്ങൾ വായിച്ച്. കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം 12 വാക്യങ്ങൾ. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, സൗമ്യത, താഴ്മ, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ.
എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പി. എന്തിൽ നമ്മൾ തികഞ്ഞവരാകണം? സ്നേഹത്തിൽ തികഞ്ഞവരാകണം. എങ്ങനെ തികഞ്ഞവരാകണം? പിതാവാം ദൈവം അവൻ ക്രിസ്തുവിനെ നമുക്ക് തന്നതുപോലെ സ്നേഹത്തിൽ തികഞ്ഞവരാകണം. ക്രിസ്തുവിന്റെ ജീവനെ തന്ന് നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മൾ സ്നേഹത്തിൽ തികഞ്ഞവരാകണം. പ്രിയരെ, സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 13-ാമത്തെ അധ്യായം സ്നേഹമെന്ന ഒറ്റ വിഷയത്തെ മാത്രം പ്രകീർത്തിക്കുന്നത്, സ്നേഹത്തിന്റെ ഫലത്തെ വിളിച്ചു പറയുന്നതുമായ ഒരു അധ്യായമാണ് 1 കൊരിന്ത്യർ 13-ാമത്തെ അധ്യായം. ഇവിടെ പറയുന്ന വാക്കുകൾ, മലകളിൽ നീക്കത്തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. പ്രവചനമുണ്ടായാൽ സകലത്തെ വിവേചിപ്പാൻ അലഞ്ഞുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല. ഉള്ളതെല്ലാം അന്നദാനം ചെയ്താലും സ്നേഹമില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, അത് സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, വൈരാഗ്യം അച്ചുപുലർത്തുന്നില്ല. ഇങ്ങനെ സ്നേഹം ഒരിക്കലും ഉതിർന്നു പോകുന്നില്ല. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും നിലനിൽക്കും. ഇതിൽ വലുതോ സ്നേഹം തന്നെ. ഹല്ലേലൂയ. അവൻ അപ്പോസ്തലന്മാരിൽ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ പേര് കേട്ട അനുഗ്രഹീതനായ ദൈവദാസനാണ് അപ്പോസ്തലൻ യോഹന്നാൻ. അവൻ അദ്ദേഹത്തെ വിളിക്കുന്നത് സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നാണ്. അവൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്കോട് ചേർന്നെന്നാണ്. ആ മനുഷ്യനെ യേശു കർത്താവ് സ്നേഹിപ്പതിനായി. എന്നാൽ ഒരിക്കൽ എല്ലാവരും ക്രിസ്തുവിനെ വിട്ടുപോയി. കർത്താവായ യേശുവിന്റെ ക്രൂശോളം ചെന്ന യോഹന്നാൻ അപ്പോസ്തലനോടൊപ്പം എല്ലാവരും ക്രിസ്തുവിനെ വിട്ടുപോയി. അതിൽ 7 പേര് ഒരുമിച്ച് തീപിടുത്തത്തിനായി പോയി. നിങ്ങൾ അവയിൽ യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യങ്ങളോട് വായിച്ചു വരുമ്പോൾ അവിടെ കാണുകയാണ് അപ്പോസ്തലന്മാർ 7 പേര് തീപിടുത്തത്തിനായി പോവുക. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. നിങ്ങൾ ശ്രദ്ധിക്കുന്ന ആരായിട്ട് യേശു കർത്താവിനോടൊപ്പം നടന്നതാണ്. 5 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ അപ്പക്കൊട്ട ചുമ യേശു കർത്താവിനോടൊപ്പം പറയാൻ യാത്ര ചെയ്തവർ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ ചെയ്തവർ, അവൻ വിരലെണ്ണാവുന്ന ദിവസങ്ങൾക്കകത്ത് അവൻ 7 പേർ പിന്മാറ്റക്കാരായി. അവരെവിടെ പോയി? പണ്ടത്തെ ജോലിക്ക്. നിങ്ങൾ അദ്ദേഹം വായിക്കുമ്പോൾ ക്രിസ്തുവിനെ വിട്ട് അകന്നതോടെ ഒരു മീൻപിടുത്തക്കാരന്റെ വേഷം അവർക്ക് തിരിച്ചിരിക്കും. ആദ്യം നന്നായി വായിച്ചു. തികഞ്ഞ മീൻപിടുത്തക്കാരന്റെ സ്വഭാവം വരുന്നത് യേശു കർത്താവ് കരയ്ക്ക് വിളിച്ചു ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നത് ഉണ്ട്. ദൂരെ നിന്നിട്ട് എന്നോടൊപ്പം നടന്ന 7 പേര് എവിടെ പോയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എന്നല്ല ചോദിച്ചത്. അവരെ തേടി കടൽത്തീരത്തെത്തി. നോക്കിക്കേ, ഞാനാണെങ്കിൽ പറയും 3.5 വർഷം കൂടുതലുള്ളത് ഇങ്ങനെ എന്നെ വിട്ട് പോയവരാണോ ആരെയും വേണ്ട. പക്ഷേ യേശുവിന്റെ സ്നേഹം അവരെ തന്നെ തേടി ആ കടൽത്തീരത്ത്. ചോദ്യം, എന്നെ വിട്ട് പോയ കള്ളന്മാരെ കൂട്ടമല്ലെന്നുള്ളതാണ് ചോദിച്ചത്. അല്ല, കുഞ്ഞുങ്ങളെ. ആ വാക്ക് നോക്കി വിട്ടുപോയിട്ട് എന്താ വിളിച്ചത്? കുഞ്ഞുങ്ങളെ. ആ ചോദ്യത്തിനൊക്കെ അടുത്ത വാക്ക് കൂട്ടുമാനുള്ളത് അവർ വിൽക്കാമല്ലെന്നുള്ളതാണ് ചോദിച്ചത്. ക്രിസ്തുവിനെ വിട്ടുള്ള യാത്ര കൂട്ടുവാൻ പോലും നിനക്കൊന്നും കിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 15:5 എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ക്രിസ്തുവിനെ അറിഞ്ഞ ശേഷം ക്രിസ്തുവിനെ വിട്ട് പോകുന്നവൻ പരാജയത്തില്ല. യേശു കർത്താവ് അവരെ തേടി അതേ തീരത്തെത്തി. അവരുടെ മറുപടി ഒന്നുമില്ല. യേശു പറഞ്ഞു, പടകിന്റെ വലിച്ച് കരയ്ക്ക് കയറ്റി. യേശുവിനെ 3 വട്ടം തള്ളിട്ട് പത്രോസ് വിളിച്ച് ചോദിച്ചു, പത്രോസേ, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? വെള്ളത്തിന്റെ മനുഷ്യൻ യേശു കർത്താവിനോട് പറഞ്ഞത് 3 കുടിൽ ഉണ്ടാക്കണം. ഈ പർവ്വതം തന്നെ ആയിരിക്കാം. ഒന്ന് അങ്ങേക്ക് ഒന്ന് ഏരിയാവണമെന്ന് മോശിക്ക് ഞങ്ങൾ അതിന്റെ കുടിന്റെ പുറത്തിൽ പോകണം. ദൈവം
അവരോട് പിന്മാറിയവനെ ചേർത്ത് വിളിച്ച് ചോദിച്ചത്, ഇവരിലധികമായി നീ എന്നെ രണ്ടാശയങ്ങളെ നോക്കാം, ഈ നിൽക്കുന്ന മറ്റു ശിഷ്യന്മാരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. രണ്ടാമത്തെ ആശയം, നീ പിടിക്കാനല്ലേ പോയെ, വലിയ പെരുതൽ ഇങ്ങോട്ടേക്കോ നിനക്ക് കിട്ടി. ഈ വയക്കടത്ത് കിടക്കുന്ന പിടയ്ക്കുന്ന മീനിനേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ആദ്യം 3 കർത്താവിനുള്ളത് അതേ കർത്താവിനെ മൂന്നാമത് ആവർത്തിച്ചപ്പോൾ അവൻ കോഴി കൂടും മുമ്പ് 3 വട്ടം നീ എന്നെ തള്ളി പറയുന്ന വാക്കോർത്ത് പത്രോസ് പൊട്ടിക്കരഞ്ഞവനെ ചേർത്ത് വിളിച്ച് വീണ്ടും കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാൻ കൂടെ നിർത്തിയ യേശുപ്പെട്ട സ്നേഹത്തോട് വലിയ സ്നേഹം ഉയർന്നില്ല. ഇനി നമ്മിലേക്ക് വരാം. എത്ര പ്രാവശ്യം പ്രിയരെ നമ്മൾ ഹൃദയം കൊണ്ട് ദൈവത്തെ നമ്മൾ ചിന്തിച്ച കാര്യം നടക്കാത്തതുകൊണ്ട്, ആഗ്രഹിച്ചത് അത് സംഭവിക്കാത്തതുകൊണ്ട്, പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും ജീവിതത്തിൽ പ്രാപിക്കാൻ കഴിയാത്തതുകൊണ്ട് ദൈവത്തോട് നമ്മൾ പിന്മാറിയത്. ഇന്നു വരെ നമ്മളെ സ്നേഹിച്ച ദൈവത്തിന്റെ സ്നേഹത്തിന് തുല്യം വേറൊരു സ്നേഹമില്ല. ഈ സ്നേഹത്തെ ലേഖനമെടുക്കുമ്പോൾ 3-ാമത്തെ വാക്യം, ക്രിസ്തുവിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളം, സ്നേഹത്തിന്റെ വീതി, സ്നേഹത്തിന്റെ ഉയരം, സ്നേഹത്തിന്റെ ആഴം, ഇത് വിശുദ്ധന്മാരോട് നിഗ്രഹിക്കും. യേശുവിന്റെ സ്നേഹത്തിന് നീളം, യേശുവിന്റെ സ്നേഹത്തിന് ഉയരം, യേശുവിന്റെ സ്നേഹത്തിന് ആഴം, യേശുവിന്റെ സ്നേഹത്തിന് വീതി, മനുഷ്യ സ്നേഹത്തിന്റെ പ്രിയരെ എത്രയധികം സ്നേഹിച്ചാലും കല്ലറകളുടെ സ്നേഹബന്ധങ്ങൾ അസ്തമിക്കാത്തൊരു സ്നേഹം കല്ലറയ്ക്കുമപ്പുറം നമുക്കുള്ള ഏക സ്നേഹം നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ്. ഈ സ്നേഹത്തിൽ നമ്മൾ തികവുള്ളവരാണ്. അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിച്ച വാക്കുകൾ അവൻ ഇതാണ്, നിങ്ങൾ ക്രിസ്തുവിൽ തികവുള്ളവരായി മാറുവാൻ, ക്രിസ്തുവിൽ തികഞ്ഞവരായി മാറുവാൻ ഏതു മനുഷ്യനെയും ഞാൻ പ്രബോധിപ്പിക്കുന്നു. ഏത് മനുഷ്യനെയും പരിജ്ഞാനത്തോടെ ഞാൻ ഉപദേശിക്കുന്നു. 1, പ്രാർത്ഥനയിൽ തികഞ്ഞവരാകാൻ. 2, വിശ്വാസത്തിൽ തികഞ്ഞവരാകാൻ. 3, പ്രത്യാശയിൽ തികഞ്ഞവരാകാൻ. 4, വചനത്തിൽ തികഞ്ഞവരാകാൻ. 5, വിശുദ്ധിയിൽ തികഞ്ഞവരാകാൻ. 6, സ്നേഹത്തിൽ തികഞ്ഞവരാകാൻ. ഏത് വിശ്വാസിയെയും ഏത് ദൈവഭക്തനെയും കൃപപ്രാപിച്ച ഏവരെയും ഞാൻ പ്രബോധിപ്പിക്കുന്നു. ഏത് മനുഷ്യനെ പ്രബോധിപ്പിക്കുന്നു, ഏത് മനുഷ്യനെ പരിജ്ഞാനത്തിൽ ഉപദേശിക്കുന്നു. അവരെ മനസ്സിലായോ? ഹല്ലേലൂയ. അടുത്ത വാക്യം ആമേൻ. എന്നിട്ട് 29-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ, അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊപ്പം പോരാടിക്കൊണ്ട് അധ്വാനിക്കും. കേട്ടോ, എന്നിൽ വ്യാപരിക്കുന്ന ബലത്തോടെ വ്യാപരിക്കുന്ന ദൈവശക്തിക്കൊപ്പം ഇതിനു വേണ്ടി ഞാൻ പോരാടി അധ്വാനിക്കും. എന്റെ അധ്വാനം ഒരാളെങ്കിലും ക്രിസ്തുവിൽ തികഞ്ഞവരാണ്. ഈ 3 സെക്ഷനിൽ പ്രസംഗിക്കുന്നതിന്റെ ഉദ്ദേശം അവയെ നിങ്ങൾ കേട്ട വചനത്തിൽ തികവുള്ളവരായി മാറും. വചനത്തിൽ കേൾക്കണം. ഇതാണ് ദൈവവചനം പഠിപ്പിക്കുന്ന യഥാർത്ഥ സത്യം. നമ്മൾ തികഞ്ഞവരാകണം. എന്തിനൊക്കെ തികഞ്ഞവരാകണം? പ്രാർത്ഥനയിൽ തികഞ്ഞവരാകണം, വിശ്വാസത്തിൽ തികഞ്ഞവരാകണം, പ്രത്യാശയിൽ തികഞ്ഞവരാകണം, വചനത്തിൽ അവയെ തികഞ്ഞവരാകണം, പിന്നെ വിശുദ്ധിയിൽ തികഞ്ഞവരാകണം, അവയെ സ്നേഹത്തിൽ നമ്മൾ തികഞ്ഞവരായി മാറണം. ഈ തികവിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിന്റെ ബന്ധം അതീവ ഉറപ്പാണ്. പൗലോസ് പറയാം, ഇതിനു വേണ്ടി എന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. എന്താണ് എന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തി? എന്താണ് അതിന്റെ പ്രത്യേകത? അവൻ 2 ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം, അവൻ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമത്രയാണ്. ഈ നിക്ഷേപം ഞങ്ങൾക്ക് ഈ മാൻപാത്രത്തിലാവുന്നത്. സകലവിധത്തിൽ ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവർക്ക് ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല, ഞങ്ങൾക്ക് നിരാശയില്ല. ഞങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തി ഞങ്ങളുടെ ബലശാലികളാണ്. ഇന്ന് രാത്രിയിൽ ബലത്തോടെ കർത്താവിന് വേണ്ടി പോരാടാം.
അതീവ ശക്തിയോടെ ഉപവാസം കഴിയുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം മെച്ചപ്പെടും. നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി മാറണം. നമ്മുടെ ഭവനം പ്രാർത്ഥനാ ഭവനമായി മാറണം. ദൈവത്തെ സൂക്ഷ്മാതിയോടെ നിൽക്കണം. അതിനായി കർത്താവ് നമ്മളെ ബലശാലികളാക്കട്ടെ, ശക്തീകരിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ കൃപയിൽ നിർത്തട്ടെ. വായിക്കപ്പെട്ട വചനത്തിനകത്ത് നമ്മൾ ചിന്തിച്ച ഭാഗം ഒന്ന്, സഭാ പാസ്റ്റർ ദൈവത്തിന്റെ ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ദൈവവചന ഭാഷണം. അവ രണ്ട് മർമ്മങ്ങൾ, ദൈവസഭയെന്ന മർമ്മം, രണ്ട് ക്രിസ്തുമോടുള്ളിൽ വസിക്കരുതെന്ന മർമ്മം, പരിശുദ്ധാത്മാവിൽ വസിക്കരുതെന്ന മർമ്മം, വചനങ്ങളിൽ വസിക്കരുതെന്ന മർമ്മം, സന്തോഷത്തിൽ വർദ്ധിക്കവേ വസിക്കരുതെന്ന മർമ്മം, സമാധാനങ്ങളിൽ വസിക്കരുതെന്ന മർമ്മം, അവിടുത്തെ അഭിഷേകങ്ങളിൽ വസിക്കരുതെന്ന മർമ്മം. നമ്മൾ ചിന്തിച്ച ഭാഗം ഇതാണ്. അവർ ഏത് മനുഷ്യരും തികഞ്ഞവരാക്കണം. അതിനാറ് കാര്യം പറഞ്ഞു: പ്രാർത്ഥനയിലെ തികവ്, വിശ്വാസത്തിലെ തികവ്, പ്രത്യാശയിലെ തികവ്, സ്നേഹത്തിലെ തികവ്, വചനത്തിലെ തികവ്, വിശുദ്ധിയിലെ തികവ്. ഇങ്ങനെ നമ്മൾ തികഞ്ഞവരായി നിൽക്കുവാൻ ഞാൻ എന്നെ വ്യാപരിക്കുന്ന ഡുനാമിക് പവറിനാൽ, അത്യന്ത ശക്തിയാൽ കർത്താവിന് വേണ്ടി പോരാടിക്കൊണ്ട് ഞാൻ ദിനം പ്രതി അധ്വാനിക്കും. ഇങ്ങനെ അധ്വാനിപ്പാൻ സർവശക്തൻ നമുക്ക് കൃപ തരട്ടെ. നമ്മളെ ബലശാലികളാക്കട്ടെ. ഇന്ന് രാത്രി കർത്താവിലേക്ക് കണ്ടുവരുന്ന എല്ലാ കണ്ണുകളും